Good evening. Good evening, ma'am. Good evening. Okay, good evening to all. കുറച്ച് പേരേ ഉള്ളൂ PGക്ക്. എത്ര പേരുണ്ട് ക്ലാസ്സിൽ നിന്ന്? കുറച്ച് പേര് കേറിയുള്ളൂ എന്ന് തോന്നുന്നു മാം. ഇനി ആൾക്കാരുണ്ടല്ലോ. Okay, no problem. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഒരു 2 minutes വെയിറ്റ് ചെയ്യണോ? റിസൾട്ട് എല്ലാം എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണല്ലോ? എനിക്കൊരു ഹെൽപ്പ് ചെയ്യൂ. അതായത് നമ്മള് പ്രാക്ടിക്കൽ സെഷന് വന്നപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് വൈവ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ടീച്ചിങ് എയ്ഡ്സിന്റെ ഡീറ്റെയിൽസ് കുറച്ച് പേര് എനിക്ക് അയച്ചു തന്നിരുന്നു. അയക്കാത്തവരോട് മീൻസ് അന്ന് അറ്റൻഡ് ചെയ്തവരിൽ ആരെങ്കിലും ജസ്റ്റ് നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പിൽ ഒന്ന് പറഞ്ഞാൽ മതി. അറ്റൻഡ് ചെയ്തവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചിങ് എയ്ഡ്സിന്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് അയച്ചു തരാൻ പറയണം. പറ്റിയാൽ ഒരു സെൽഫി പിക്, ഇല്ലെങ്കിൽ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ലിസ്റ്റ് ഇട്ടാലും ഐ ട്രസ്റ്റ് യു. ഓക്കെ, നമുക്കിപ്പോ സ്റ്റാർട്ട് ചെയ്യാം. പ്രെയർ ചെയ്യാൻ ആരെങ്കിലും റെഡിയാണോ? യെസ് പ്ലീസ്. എനിവൺ ഓർഡിനൻസ് നമുക്ക് ഒരു സൈലന്റ് പ്രെയർ ചെയ്യാം. മേ ബി ഒരു ക്ലാസ് എന്ന രീതിയിൽ ഒരു ലാസ്റ്റ് ക്ലാസ് അല്ലേ ഇത്? മാം ഞാൻ ചൊല്ലാം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട്. അപ്പൊ ഞാൻ എടുക്കുന്ന ടോപ്പിക് മാത്രമേ ഇനി ഉള്ളൂ. ബാക്കി 2 ടീച്ചേഴ്സും റിവിഷൻ തന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. യുവർ ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് ഓൾറെഡി ഇറ്റ്സ് സെറ്റ് റെഡി. അത് എനിക്ക് ഇനി ഒന്ന് ചെക്ക് ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നോ വറീസ്. കാരണം നമ്മൾ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് വായിച്ചാൽ തന്നെ മീൻസ് അതിന്റെ ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ നമുക്ക് അതിന്റെ ആപ്റ്റ് ആൻസർ എന്താന്ന് മനസ്സിലാകും. അങ്ങനെ വരുന്നൊരു കണ്ടന്റ് ആണിത്. കഷ്ടപ്പെടുത്തലൊന്നുമില്ല. നമുക്കറിയാം ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്, അതിന്റെ അഡ്മിനിസ്ട്രേഷന്റെ പ്രോപ്പർ വർക്കിങ്ങിന് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണ്, ഒരു ടീച്ചറുടെ ക്വാളിറ്റി എന്താണ്, കുട്ടികളെ എങ്ങനെ ഇൻവോൾവ് ചെയ്യിക്കണം, എങ്ങനെ എൻഗേജ് ചെയ്യിക്കണം, നമ്മളെ സൂപ്പർവൈസ് ചെയ്യുന്ന ആള് എങ്ങനെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇത്രയൊക്കെയുള്ളൂ ഇതിനകത്ത്. വേറൊന്നും നമുക്ക് ഇതിനകത്ത് പറയാനില്ല. എനിവേ, good evening to Sita. Okay, good evening to all once again, and hopefully we can meet soon, right? Okay, so educational management, first one. Okay, management itself നിങ്ങൾക്കറിയാം. അപ്പൊ പലരും പല മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ സെറ്റിങ്സിന് മാത്രമല്ല, അല്ലാത്ത പലയിടങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്തിന് വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നില്ലേ? ദാറ്റ് ഇസ് എ പെർഫെക്റ്റ് വൺ. വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ടല്ലേ? സോ അത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് തന്നെയാണ്. ഓക്കെ, ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മാനേജ്മെന്റിനെ പലതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തു. അതൊരു ആർട്ടാന്ന് പറഞ്ഞു, അതൊരു സയൻസ് ആന്ന് പറഞ്ഞു, ഇറ്റ്സ് എൻ ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതൊരു പേഴ്സൺ ആണ്. ഒരു ടീച്ചർ ഒരു ക്ലാസ് റൂം മാനേജ് ചെയ്യുമ്പോൾ ഷീ ഈസ് ദ ഓൺലി പേഴ്സൺ ഹു ഈസ് മാനേജിങ് ദ ക്ലാസ് റൂം അല്ലെ? ദാറ്റ് മീൻസ് ആ ഒരു ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ഒരു മാനേജർ എന്ന് പറയുന്ന ഒരു ടീച്ചറാണ്. സോ മാനേജ്മെന്റ് ഒരു പേഴ്സൺ ആണ്. അതൊരു ഡിസിപ്ലിൻ ആണ്. പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ ദർ ഈസ് നോ ഡിസിപ്ലിൻ.
പിന്നെ മാനേജ്മെന്റിന്റെ ബേസിക് ഫങ്ഷൻസ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പ്ലാനിങ്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ്, കമാൻഡിങ്, കൺട്രോളിങ്. ഹെൻറി ഫയോൾ പറഞ്ഞ ആ ഒരു ബേസിക് ഫങ്ഷൻസ് മാനേജ്മെന്റിന്റെ അത് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ രസന വളരെ മനോഹരമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ ഞാനൊന്നും പറയാനും വിചാരിക്കുന്നില്ല, കാരണം അത് അത്രയും പെർഫെക്ഷനിലൂടെയാണ് പോയത്. ഓക്കെ, നെക്സ്റ്റ് ബേസിക് റോൾസ്. മാനേജ്മെന്റിന്റെ ഒരു ബേസിക് റോൾസ് നമുക്കറിയാം. ഇന്റർപേഴ്സണൽ, നമ്മുടെ വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് അറിയിക്കാറില്ല. ഒരു പ്രോബ്ലം ആണെങ്കിൽ ഒട്ടും നമ്മൾ അറിയിക്കില്ല, അത് നമ്മൾ അവിടെ തന്നെ സോർട്ട് ചെയ്ത് പോകണം, അല്ലെ? ആ ഒരു കോർഡിനേഷൻ, ഇന്ററാക്ഷൻ വിത്ത് ദ എംപ്ലോയീസ്, അതാണ് ഇന്റർപേഴ്സണൽ എന്ന് പറയുന്നത്. ദെൻ ഇൻഫോർമേഷണൽ, ഇൻഫോർമേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന. ദാറ്റ് മീൻസ് നമ്മളൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതെങ്ങനെ ഷെയർ ചെയ്യണം, അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതിനെങ്ങനെ അനലൈസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. കിട്ടുന്ന ഇൻഫർമേഷനെ ഹാൻഡിൽ ചെയ്യുക, ഷെയർ ചെയ്യുക, അനലൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻഫർമേഷനിൽ വരുന്നത്. ഡിസിഷൻ മേക്കിംഗ്, അതുമായിട്ട് കണക്റ്റഡ് ആണ് ഡിസിഷൻ. ഇപ്പൊ ഒരു മാനേജ്മെന്റിൽ വരുന്ന ചില ബേസിക് റോൾസ്, അതുപോലെ തന്നെ സ്കിൽസ്, അങ്ങനെ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇനി അത് നമ്മളൊരു ഓവർ വ്യൂ ആണ് പറഞ്ഞത് അബൌട്ട് മാനേജ്മെന്റ്. നമ്മളിനി നമ്മുടെ മെയിൻ കാര്യം എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആണ്. എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ മാനേജ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഗുഡ് ഈവനിങ് ജോളി. ഓക്കെ, വെരി ഹാപ്പി ടു സീ യു. ഞാൻ ഓർത്തു എക്സാം എഴുതാത്തത് കാരണം നെക്സ്റ്റ് ബാച്ചിന്റെ ക്ലാസ്സുകളിൽ കയറുള്ളൂ എന്ന് വിചാരിച്ചു എനിക്ക്. ഇല്ല, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമില്ലല്ലോ. യെസ്. ഓക്കെ, ദെൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലെ മാനേജ്മെന്റ് അത് എന്താണ്, അതാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ശരിക്കും എഡ്യൂക്കേഷൻ എന്താന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും അറിയാം. നമ്മളെ കണ്ടെത്തുക, വൺ സെൽഫ്. വരുന്ന കുട്ടി അവനവനെ തന്നെ മനസ്സിലാക്കി അവന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ച് അവൻ അതിനനുസരിച്ച് അവന്റെ ആസ്പിരേഷൻ, എയിമിലേക്ക് മുന്നേറുക എന്നുള്ളതാണ് ശരിക്കും എഡ്യൂക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ ടീച്ചേഴ്സ് നമ്മുടെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ ട്രിഗർ ചെയ്യുക, അവരുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നമ്മൾ അവരെ ട്രിഗർ ചെയ്യുക. നിനക്ക് പറ്റും, യു ക്യാൻ ഡു ദിസ് എന്ന് പറയുന്ന ടീച്ചർമാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളൊന്നും ഇല്ല, അല്ലെ? ഓക്കെ, അപ്പൊ അതാണ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലെ മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ. അവിടെ നോളജ്, വാല്യൂസ്, ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള നോളജ് മാത്രമല്ല, കുട്ടികളിലൂടെ പല വാല്യൂസും കടന്നു പോകുന്നു. മോറൽ വാല്യൂസ്, സോഷ്യൽ വാല്യൂസ്, ഒരു സോഷ്യൽ ബീയിങ് എന്നുള്ള നിലയിൽ സൊസൈറ്റിയോടുള്ള കമ്മിറ്റ്മെന്റ്സ്, ഇതെല്ലാം ത്രൂ എഡ്യൂക്കേഷൻ ആണ് കുട്ടിക്ക് കിട്ടുന്ന ആ ഒരു അവയർനെസ്. കോൺഫ്ലിക്ട്സ്, കൺഫ്യൂഷൻസ് എല്ലാം മാറ്റി നമ്മൾ ക്ലിയർ ആയിട്ട് എൻ്റെ മൈൻഡിന് നല്ലൊരു ക്ലാരിറ്റി അബൌട്ട് എവറിത്തിങ്, എല്ലാത്തിനെ കുറിച്ചും. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ജനറേഷൻ, ഇസഡ് ജനറേഷൻ, ആൽഫ ജനറേഷനിലൊക്കെ അല്ലേ പറയുന്നത്. ആ കുട്ടികള് പഴയ ജനറേഷനിലെ കുട്ടികളെ പോലെയല്ല. അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും പ്രോപ്പർ എവിഡൻസ് വേണം, എന്നാൽ മാത്രമാണ് അവർ വിശ്വസിക്കുള്ളൂ. നമ്മളൊരു ക്ലാസ്, ഒരു സെഷൻ എടുക്കാൻ പോകട്ടെ, അവർക്ക് ഭയങ്കര ഡൗട്ട്സ് ആയിരിക്കും. അവർക്ക് ക്ലാരിറ്റി, പണ്ടൊക്കെ എന്നൊക്കെ തന്നെ പറയുന്നത് മുഴുവൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, ആ ഒരു ലെവൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം കുട്ടികൾ എൻറ്റയർലി മാറി. അവർക്ക് പ്രോപ്പർ ആയിട്ട് എവിഡൻസ് വേണം. നമ്മളുടെ ഒരു ജനറേഷനിലും ചെറുതായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മളെ എന്താണ് തൻ്റെടി, അയാടി, അങ്ങനത്തെ ഒക്കെ ഒരു പേര് ഇതായിരുന്നു നമ്മളെ പറഞ്ഞിരുന്നല്ലേ. കട്ടിലിരുന്ന കാലാട്ടരെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് കാലാട്ടിക്കൂടെ എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം നോക്കണ്ട. അന്നത്തെ ദിവസം അല്ല, കുറെ നാളത്തേക്ക് അവള് ഭയങ്കര ഒരു തൻ്റെടിയാണ്, വായാടി, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് അന്ന് ചോദ്യം ചെയ്യാനുള്ളത് പലപ്പോഴും എന്താ പറയാ, റെസ്ട്രിക്ട് ചെയ്തിരുന്നു, അല്ലെ? പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. അവർക്ക് എല്ലാത്തിനും എവിഡൻസ് വേണം, എന്നാൽ മാത്രമാണ് അവർ കാര്യങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. അപ്പൊ ഓക്കെ, ഇപ്പൊ അതാണ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് നോളജ് മാത്രമല്ല, നോളജും സ്കിൽസും മാത്രമല്ല, അവരുടെ ഉള്ളിൽ വാല്യൂസ് നിറയുന്നു. അവരുടെ ഉള്ളിൽ ഞാനൊരു സോഷ്യൽ ബീയിങ് ആണ്, ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരാളാണ്. സോ ഐ ഹാവ് സം കമ്മിറ്റ്മെന്റ്സ് ടു സൊസൈറ്റി എന്ന് മനസ്സിലാക്കുന്ന പ്രൊഡക്റ്റീവായിട്ട് ഉള്ള കുട്ടികളായിട്ടാണ് അവർ ഇറങ്ങുന്നത്. അതാണ് എഡ്യൂക്കേഷന്റെ ഒരു പർപ്പസ്. ഓക്കെ, ഇതിന്റെ ഒരു ഫോക്കസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ, എന്തെല്ലാമാണ് എയിം ചെയ്യുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അതത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ മാനേജ്മെന്റ് എല്ലാം തന്നെയാണ്. അതൊക്കെ വീണ്ടും വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. പിന്നെ സക്സസ്ഫുൾ ടീം ബിൽഡിംഗ്, അല്ലെ? ഒരു മാനേജ്മെന്റ്, അത് എന്ത് ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ടീം വർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുകയുള്ളൂ. So
അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരുന്നു. പിന്നെ ഹെൻറി ഫയലിന്റെ ആ ഒരു എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിനെ ബേസ് ചെയ്യുന്ന ആ ഒരു പ്രിൻസിപ്പിൾസ് എല്ലാം ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇതായിരുന്നു നമ്മളൊക്കെ ഒരു കേട്ടിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലല്ലാത്തൊരു വേർഡ്, ഇറ്റ്സ് ഫ്രഞ്ച് വേർഡ് അല്ലെ. എന്താണ് അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്? സോളിഡാരിറ്റി, ഒരു ഗ്രൂപ്പ് സ്പിരിറ്റ്, ടീം സ്പിരിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, അതിനെ നമ്മൾ ഒന്ന് ഷോർട്ട് ഫോമിലേക്ക് ആക്കിയിരുന്നു, കട്ട് ഷോർട്ട് ചെയ്തിട്ട് 5 ഫങ്ഷൻസ് മെയിൻ ആയിട്ട് പറഞ്ഞു. പ്ലാനിങ്, ഓർഗനൈസിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നും 5, ഡയറക്ടിങ്, കൺട്രോളിങ്, ഇവാലുവേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് മെയിൻ ആയിട്ടും ഈ ഒരു 5 ഫങ്ഷൻസിനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ നിങ്ങൾക്ക് വായിക്കാനുണ്ടാവും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് പോയാൽ മതി, കൂടുതൽ വായിക്കാൻ സമയമില്ലാത്തത് കേട്ടോ. ഓക്കെ, ദെൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്ലാസ് റൂം ആണ്. നമ്മൾക്കൊരു പെർട്ടിക്കുലർ സ്റ്റുഡൻസിന് ഒരു പെർട്ടിക്കുലർ സീറ്റ് ഉണ്ടാകും. വർക്കിംഗ് അവേഴ്സ്, അതായത് അവരുടെ ക്ലാസ് അവേഴ്സിനെ പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ ഒരു ഡൈനാമിക് എൻവയോൺമെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അത് ചേഞ്ചിങ്, അപ്ഡേറ്റ് ചെയ്യുന്നു, അപ്ഗ്രേഡ് ചെയ്യുന്നു, സ്റ്റാറ്റിക് അല്ല, ഒരേ അവസ്ഥയിൽ തന്നെ ഇരിക്കുകയല്ല. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പേജ് നമ്പർ 11 ഒരു സെന്റൻസ് ആണ് കേട്ടോ അത്. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് വന്നൊരു എനിക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയത്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഒരു ഡൈനാമിക് എൻവയോൺമെന്റിലാണ്. നമ്മൾ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ട്, സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണെങ്കിൽ ഡെവലപ്മെന്റ് വളരെ ലോ ആയിരിക്കും. അതേസമയം ഡൈനാമിക്, അവിടെ എല്ലാവർക്കും അവരുടേതായ ഒരു ഫ്രീഡം ഉണ്ട്, എന്ത് കാര്യങ്ങൾ ചെയ്യാനും. പല പല ആക്ടിവിറ്റീസ് കൊണ്ടുവരുന്ന, ഓരോ കാലഘട്ടം കഴിയുന്നതോറും അതിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ആണെങ്കിൽ അതിന്റെ റിസൾട്ടും നല്ലതായിരിക്കും. ഫാക്കൾട്ടികൾക്കാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും അതർ സ്റ്റാഫിനാണെങ്കിലും അവിടെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷന്റെ മെയിൻ ഫങ്ഷൻസ് പറയുന്നുണ്ട് പേജ് നമ്പർ 12. അത് ജസ്റ്റ് അതിന്റെ ടൈറ്റിൽ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തെല്ലാമാണ് ആ കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സിക്യൂഷൻസ്, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യുക അല്ലെ. എന്തിലേക്കാണോ നമുക്ക് എയിം ചെയ്യുന്നത് അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിൽ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക, അതിന് വേണ്ടുന്ന റിസോഴ്സസ് ഒക്കെ സെറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഡിറക്ഷൻ, ഒരു ഓർഗനൈസേഷന് അതിൻ്റെതായ ഒരു വിഷൻ, മിഷൻ ഒക്കെ ഉണ്ടായിരിക്കും. ഒരു എന്താ പറയാ, കുത്തഴിഞ്ഞ രീതിയിലല്ല, എല്ലാം അതിന്റെ പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന രീതിയിൽ. സൂപ്പർവിഷൻ, ഓൾറെഡി സൂപ്പർവിഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെങ്കിലും അഡ്വൈസോ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലേഷൻ, ഒരു പ്രചോദനം, നമുക്കൊരു ഇൻസ്പിറേഷൻ ആ ഒരു രീതിയിൽ കിട്ടുക. പിന്നെ കൂടുതൽ മേഖലയിലേക്ക് വൈഡൻ ചെയ്യണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ ലീഡ് ചെയ്യാനും അസിസ്റ്റ് ചെയ്യാനും നമുക്ക് വേണ്ടുന്ന സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്ന മെയിൻ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ പ്ലാനിങ്, ബഡ്ജറ്റിംഗ്, ഓർഗനൈസിങ്. ഒരു എന്ത് ഓർഗനൈസേഷൻ ആണെങ്കിലും അതിന് ഫണ്ട് ആവശ്യമാണല്ലേ, അതിന്റെ ഒരു നടത്തിപ്പിന് വേണ്ടിയിട്ട് ഫണ്ട് ആവശ്യമാണ്. അപ്പം ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഒരു ബഡ്ജറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യായിരിക്കും. പ്രത്യേകിച്ചും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവുമ്പോൾ ഫീസ് സ്ട്രക്ചർ ഉണ്ടാകും. അതിപ്പോ ഗവൺമെന്റിന്റെ ആണെങ്കിൽ, എയ്ഡഡ് ആണെങ്കിൽ, അൺഎയ്ഡഡ് ആണെങ്കിൽ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മാനേജ്മെന്റിന്റെ അണ്ടറിലുള്ളതാണെങ്കിൽ, അങ്ങനെ ഓരോ രീതിയിലുള്ള മാനേജ്മെന്റ് സിസ്റ്റത്തിനും ഓരോ രീതിയിലുള്ള ആ ഫങ്ഷൻസ് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ചായിരിക്കും ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്നത്. ചിലർക്ക് സ്പോൺസേഴ്സ് ഉണ്ടായിരിക്കും, ചിലർക്ക് ആ മാനേജ്മെന്റ് ഒരു ട്രസ്റ്റിന്റെ അണ്ടറിലാണെങ്കിൽ അവരുടേതായ ഫണ്ട് ഉണ്ടായിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. എന്തെങ്കിലും പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ അതിനു വേണ്ടി എത്ര ഫണ്ട് അലോക്കേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇപ്പം ഫസ്റ്റ് യൂണിറ്റിൽ, ആ ഒരു യൂണിറ്റിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതൊരു ഡൈനാമിക് എൻവയോൺമെന്റിലായിരിക്കണം, ഒരു സ്റ്റാറ്റിക് അല്ല. അതുപോലെ തന്നെ ഒരു സ്ട്രിക്റ്റ് എൻവയോൺമെന്റ് അല്ല, ഡൈനാമിക്, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, പ്ലസന്റ് അറ്റ്മോസ്ഫിയർ എന്നുള്ള രീതിയിൽ. പിന്നെ അതിൽ ഹെൻറി ഫയലിന്റെ പ്രിൻസിപ്പിൾസ് അത് ഒന്ന് നോക്കുക. എക്സ്പെർട്ട് ജേക്കോബ്സ്, അതിന്റെ മീനിങ് ദാറ്റ് ഇസ് ഗ്രൂപ്പ് സ്പിരിറ്റ് ഓർ ടീം സ്പിരിറ്റ്, അങ്ങനെ എന്തോ മീൻ ചെയ്യുന്ന ഒരു ഫ്രഞ്ച് വേർഡ് ആണ്. ദെൻ ഫങ്ഷൻസ്, പിന്നെ ഇന്റർപേഴ്സണൽ എന്താണ്, ഇൻഫോർമേഷണൽ എന്താണ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ടോപ്പിക്കിൽ വരും. ഇതിനകത്ത് വരുന്നുള്ളൂ. ഓക്കെ,
ദെൻ സെക്കൻഡ് വൺ അക്കാദമിക് ഏരിയയില് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിന്റെ ആപ്ലിക്കേഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. അക്കാദമിക് ഏരിയ എന്ന് പറയുമ്പോൾ ക്ലാസ് റൂമുമായിട്ട് കണക്റ്റഡ് ആണ്. ലേണിംഗ് ടീച്ചിങ് പ്രോസസ് നടക്കുന്ന ആ ഒരു സ്പേസ് അല്ലെ, അതല്ലേ ക്ലാസ് റൂം എന്ന് പറയുന്നത്. അവിടെ കൂടുതൽ ഇന്ററാക്ഷൻ വരുന്നത് ടീച്ചറും സ്റ്റുഡൻസും ആണ്. അതർസ് ഔട്ട്സൈഡ് ആരും വരുന്നില്ല. മീൻസ് അഡ്മിനിസ്ട്രേറ്റർ സൈഡിൽ നിന്നോ മാനേജ്മെന്റ് സൈഡിൽ നിന്നോ ആരും അതിനകത്തേക്ക് ഇടപെടില്ല. അവിടെ ടീച്ചറും സ്റ്റുഡൻസും മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ ടീച്ചറാണ് ആ ക്ലാസ് റൂം മാനേജ് ചെയ്യുന്നത്. ടീച്ചറാണ് അവിടുത്തെ മാനേജർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ കാര്യവും ആണ് വരുന്നത്. ഈ ക്ലാസ് റൂം മാനേജില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അപ്രോച്ചസ് ഉണ്ട്. അതിന് മുമ്പ് ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ മെയിൻ കമ്പണൻസ് ടീച്ചേഴ്സും സ്റ്റുഡൻസും ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ടീച്ചർ കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ത്രൂ വെർബൽ, നോൺ വെർബൽ ആയിട്ടും ടീച്ചറുടെ എക്സ്പ്രഷൻ വരെയും കുട്ടികൾ റീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, വെർബലും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും നടക്കുന്നുണ്ട്. പിന്നെ അപ്പൊ ഒരു ടീച്ചർ എന്ന് പറയുന്നത് അത്രയും സ്കിൽഫുൾ ആയിരിക്കണം, നല്ല പ്രൊഫഷൻസി ഉള്ള ഒരാളായിരിക്കണം, കോമ്പീറ്റന്റ് ആയിരിക്കണം അല്ലെ. ടീച്ചർ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ടീച്ചർ സെൽഫ് അനാലിസിസ്, സെൽഫ് ക്രിട്ടിസൈസ് ഒക്കെ ചെയ്ത് സ്വയം അപ്ഗ്രേഡ് ചെയ്തു വരണം. കാരണം കുഞ്ഞുങ്ങള് ഓരോ വർഷം കഴിയുന്നവരും മാറി വരുവാണ്, സിസ്റ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ നോക്കുന്ന മാനേജർ അവിടെ ടീച്ചറാണ്. പിന്നെ ക്ലാസ് റൂം മാനേജ്മെന്റിന് പല രീതിയിലുള്ള അപ്രോച്ചസ് ഉണ്ട്. പേജ് നമ്പർ 16 ആണ് കേട്ടോ പറയുന്നത്. അതില് ഹെർബേഷ്യൻ അപ്രോച്ച്, ഓരോ ആളുകളാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് അവരുടെ ആ ഒരു പേര് അതുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹെർബർട്ട് അദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് ആയിരുന്നു. ഇതൊരു ഓൾഡ് ആൻഡ് ക്ലാസിക്കൽ അപ്രോച്ച് ആയിരുന്നു. ഇവിടെ തോട്ട്ലെസ് ടീച്ചിങ് ആണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തോളൂ. ഈ ഹെർബേഷ്യൻ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു തോട്ട്ലെസ് ടീച്ചിങ്, പണ്ടത്തെ ഒരു രീതി, ഇങ്ങനെ കാണാപ്പാഠം പഠിക്കുന്ന ഒരു രീതിയായിട്ടുള്ള മെമ്മറൈസേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു അപ്രോച്ച് ആയിരുന്നു. അതാണ് ഓൾഡ് ആൻഡ് ക്ലാസിക് എന്ന് പറയുന്നത്. ടീച്ചർ കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു കൂടുതൽ. അപ്പൊ ടീച്ചർ ഓറിയന്റഡ് ആയിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ കാര്യങ്ങൾ നടന്നിരുന്നത് അല്ലെ. ഈവൻ ഗുരുകുല വിദ്യാഭ്യാസ രീതിയിലായിരുന്നെങ്കിലും ഗുരുവാണ് അവിടെ ഡോമിനന്റ് ഇൻഫ്ലുവൻസർ ആയിട്ട് ഇരിക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടം വന്നപ്പോ മാറി, ഇന്ററാക്റ്റീവ് സെഷൻ എന്നുള്ള രീതിയിലേക്ക് മാറി. നെക്സ്റ്റ് അപ്രോച്ച് ആണ് ഇവാലുവേഷൻ അപ്രോച്ച്. ഇവാലുവേഷൻ അപ്രോച്ചില് അതിനകത്ത് എഡ്യൂക്കേഷണൽ എന്താണോ നമ്മളുടെ ഗോള് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ പല രീതിയിലുള്ള ലേണിംഗ് എക്സ്പീരിയൻസിലൂടെ കുട്ടികൾ കടന്നു പോകും. പിന്നെ കുട്ടികളുടെ ബിഹേവിയറിനനുസരിച്ച് നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ അത് പറയുന്നുണ്ട്. അപ്പൊ ആ രീതി അനുസരിച്ചാണ് ഇവിടുത്തെ ക്ലാസ് റൂം അപ്രോച്ച് പോകുന്നത്. പല രീതിയിലുള്ള ലേണിംഗ് എക്സ്പീരിയൻസസും ക്ലാസ് റൂം ആക്ടിവിറ്റീസും ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരുത്താനും എല്ലാം ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്താണോ നമ്മുടെ ലക്ഷ്യം അതിന് കണക്ട്, ഒബ്ജക്ട് സെന്റേർഡ് ആണ്. ഹെർബേഷ്യൻ ആയിരുന്നപ്പോൾ ടീച്ചർ സെന്റേർഡ് ആയിരുന്നു, അവിടെ ടീച്ചറായിരുന്നു ഡോമിനന്റ് ഇൻഫ്ലുവൻസ്. ഇത് എന്താണോ ലക്ഷ്യമിടുന്നത് അതിലേക്ക് ആ ഒരു ഒബ്ജക്റ്റീവിന് അനുസരിച്ചാണ്. പിന്നെ നെക്സ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജിങ് ടീച്ചിങ് ലേണിംഗ്. അത് ഓരോരുത്തരുടെയും പേര് കൊടുത്തിട്ടുണ്ട്, അവരാണത് പോസ്റ്റ്ലേറ്റ് ചെയ്തത്. 4 സ്റ്റെപ്സിലൂടെ കടന്നു പോകും. കുറച്ചുകൂടെ ഒന്ന് സിസ്റ്റമാറ്റിക് വേയില് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ലീഡ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ആ ഒരു രീതിയിൽ പോകുന്നുണ്ട് ഈ ഒരു മാനേജിങ് ടീച്ചിങ് ലേണിംഗ്. പല രീതിയിലുള്ള ക്ലാസ് റൂം ആക്ടിവിറ്റീസ് മാനേജ് ചെയ്ത്, അപ്പൊ ടീച്ചർക്ക് അവിടെ ഒരു മാനേജറുടെ റോളാണ്. ഓക്കെ, സോ ഇതില് മാനേജിങ് ടീച്ചിങ് ഈ ഓരോ സ്റ്റെപ്സിലൂടെ 4 സ്റ്റെപ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ടീച്ചർ അവിടെ ഒരു മാനേജിന്റെ റോൾ എടുക്കുന്നു, പിന്നെ ലീഡ് ചെയ്യുന്നു, ചില കാര്യങ്ങൾ ആക്ടിവിറ്റീസ് കൊടുക്കുന്നു, കുട്ടികൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു. അങ്ങനെ ആ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ 4 സ്റ്റെപ്സിലൂടെ കടന്നു പോകുന്ന രീതിയിൽ ആണ് ഈ ഒരു അപ്രോച്ച് വരുന്നത്. പിന്നെ ഓർഗനൈസിങ് ടീച്ചിങ്ങില് നമുക്കിവിടെ ക്ലാസ് റൂം മാനേജ്മെന്റ്, മെമ്മറി ലെവൽ വരും, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ വരും, റിഫ്ലക്റ്റീവ് ലെവൽ വരും. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികള്
കാണാതെ പഠിക്കുന്നത് മാത്രമല്ല, ഇവര് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതാണ് അവര് നോളജ് ആക്കി വെക്കുന്നത്. അത് അവരുടെ ഒരു മെമ്മറി ലെവലില് ഉണ്ടായിരിക്കും. അപ്പൊ വൺസ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിലൂടെ പോയിട്ടാണ് അവരുടെ മെമ്മറി ലെവല് കറക്റ്റ് ആവുന്നത്. അപ്പൊ അങ്ങനെ പല ടൈപ്പ് മെത്തേഡ്സ്. പിന്നെ മോഡുലർ അപ്രോച്ച് ഓഫ് ടീച്ചിങ്. ഇതില് ക്ലാസ് റൂമുകളിൽ യൂസ് ചെയ്യുന്നത് ടീച്ചിങ് മോഡൽസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുള്ളൂ കേട്ടോ. ടീച്ചിങ് മോഡൽസ് ആണ് മോഡുലർ അപ്രോച്ചിൽ യൂസ് ചെയ്യുന്നത്. പല രീതിയിലുള്ള ടീച്ചിങ് മോഡൽസ് യൂസ് ചെയ്യും. നമ്മളിപ്പോ നമ്മളുടെ മോണ്ടിസോറി മെത്തേഡിൽ നമുക്ക് പല മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത പല മെറ്റീരിയൽസും ഓരോരോ മോഡലായിരുന്നു അല്ലെ, ഓരോ ഏരിയ വെച്ചിട്ടായിരുന്നു ഡിസൈൻ ചെയ്തത്. ടീച്ചിങ് മോഡൽസ് അല്ലെങ്കിൽ ടീച്ചിങ് മെറ്റീരിയൽസ്, ടൂൾസ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡായിരുന്നു മോണ്ടിസോറി മെത്തേഡാണ് മോണ്ടിസോറി മെത്തേഡ്. അപ്പൊ മോഡുലർ അപ്രോച്ച് ഓഫ് ടീച്ചിങ്ങില് ടീച്ചിങ് മോഡൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ക്ലാസ് റൂം ടീച്ചിങ്ങിലെ രീതികൾ. പ്രീ ആക്റ്റീവ് സ്റ്റേജ് ഉണ്ട്. പ്രീ ആക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ക്ലാസ് എടുക്കാനായിട്ട് പോകുമ്പോൾ, ഇപ്പൊ 8 മണിക്ക് ക്ലാസ് തുടങ്ങുന്നു, ക്ലാസ്സിന് മുമ്പ് ഞാൻ കുറച്ച് പ്രിപ്പറേഷൻസ് നടത്തും. ക്ലാസ് എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ. ദാറ്റ് ഇസ് പ്രീ ആക്റ്റീവ് സ്റ്റേജ്. അപ്പൊ നമ്മളുടെ ക്ലാസ് ടൈം ആണ് ആക്റ്റീവ് സ്റ്റേജ്. അതിന്റെ മുൻപ് നടക്കുന്ന പ്രിപ്പറേഷൻസ്, അതാണ് പ്രീ ആക്റ്റീവ് സ്റ്റേജ്. ദെൻ ഇന്ററാക്റ്റീവ് സ്റ്റേജ്. നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ആ ഒരു നമ്മൾ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ നടക്കുന്നത്, ദാറ്റ് ഈസ് ഇന്ററാക്റ്റീവ് സ്റ്റേജ്. ആഫ്റ്റർ ദ ക്ലാസ് ഒരു ഫീഡ്ബാക്ക് സെഷൻ വെക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ് അല്ലെ. സോ അങ്ങനെ ഒരു ക്രിയേറ്റീവ് ആയിട്ട് ക്ലാസ്സിനെ എങ്ങനെ കൊണ്ടുപോകാം, ഇതെല്ലാമാണ് ശരിക്കും ഈ ക്ലാസ് റൂം മാനേജ്മെന്റിലും ക്ലാസ് റൂം ടീച്ചിങ്ങിലും. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ ദ പേഴ്സൺ, ആളുകൾക്കനുസരിച്ച്, ടീച്ചേഴ്സിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. ഒരേ ടോപ്പിക് തന്നെ ചിലപ്പോ 3 പേരെടുക്കുന്നത് 3 രീതിയായിരിക്കും അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് ഡിഫറെന്റ്. അപ്പൊ അത് മാത്രമല്ല, ചിലപ്പോ ഈ ABC 3 പേരെടുക്കുമ്പോഴും ചില കുട്ടികൾക്ക് എയുടെ മെത്തേഡ് ആയിരിക്കും ഇഷ്ടപ്പെടുക, ചില കുട്ടികൾക്ക് ബിയുടെ മെത്തേഡ് ആയിരിക്കും ഇഷ്ടപ്പെടുക, ചില കുട്ടികൾക്ക് സിയുടെ മെത്തേഡ്. അപ്പൊ ആക്സെപ്റ്റൻസ് ലെവലിലും ബിഹേവിയർ ചേഞ്ചസ് ഉണ്ട്, അങ്ങനെയും വരാം. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ പഠിക്കുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ചില ടീച്ചേഴ്സ് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, ചിലർക്ക് അതൊട്ടും കംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ ഓരോരുത്തരും മനസ്സിലാക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് ലെവലിലുള്ള ആ ഒരു ഡിഫറൻസും വരാറുണ്ട്. ഓക്കെ, എനിവേ ഒരു 4ാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴേക്കും കുട്ടി തന്നെ പഠിക്കുന്ന ഒരു ലെവലിലേക്കാകും. ശരിക്കും അങ്ങനെയാണ് നടക്കുന്നത്. ആ ഡിപ്പെൻഡൻസി അങ്ങ് മാറും. പിന്നെ ഏത് ടീച്ചർ വന്ന് എങ്ങനെ പഠിപ്പിച്ചാലും അവരെ ബാധിക്കാത്ത ലെവലിലേക്ക് കുഞ്ഞുങ്ങളായാൽ നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ബട്ട് അത് വരുന്നത് ഈ 4ാം ക്ലാസ്സിൽ ഡിപ്പെൻഡന്റ് ആകാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിന്റെ ചെറിയ ക്ലാസ്സുകളിൽ അതുപോലുള്ള ഗൈഡൻസ് കിട്ടണം. ദാറ്റ് മീൻസ് നമ്മുടെ റോള് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഓക്കെ, ദെൻ ക്ലാസ് റൂം മാനേജ്മെന്റിൽ 4 ഡയമെൻഷൻസ് പറയുന്നുണ്ട്. പേജ് നമ്പർ 19. ഫിസിക്കൽ ഡയമെൻഷൻസ്. ഒരു ക്ലാസിന്റെ ഫിസിക്കൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണല്ലേ. ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ബിൽഡിങ്ങിന്റെ ലൊക്കേഷൻ, ക്ലാസ്സിലേക്ക് കിട്ടുന്ന എയർ, അത് അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ ഔട്ട്സൈഡ് ലോൺ, ക്ലാസ് റൂംസ്, ഇങ്ങനെയുള്ള എല്ലാമാണ് ഫിസിക്കൽ ഡയമെൻഷൻ ആയിട്ട് പറയുന്നത്. ലൈറ്റ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, എയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഫിസിക്കൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ കണക്ട് ചെയ്യേണ്ടത് അതാണ്. സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, സ്കൂൾ ഏത് ലൊക്കേഷനിലാണ്, ബിൽഡിംഗ് എവിടെയാണ്, ക്ലാസ് റൂം എവിടെയാണ്, ക്ലാസ് റൂമിലേക്ക് പ്രോപ്പർ ലൈറ്റ്, എയർ ഒക്കെ ഉണ്ടോ, പിന്നെ അവിടുത്തെ ഒരു ഔട്ട്സൈഡ് ഗാർഡൻ ഉണ്ടെങ്കിൽ അത്, അവിടുത്തെ എൻവയോൺമെന്റ്, പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഇതെല്ലാമാണ് ഫിസിക്കലി കണക്റ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്നത്, ഇവിടെ ക്ലാസ് റൂമിലെ സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ടീച്ചറും കുട്ടികളും തമ്മിലുള്ളത്, അതുപോലെ തന്നെ കുട്ടികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻസ് പറയുന്നത്. പിന്നെ പ്രിൻസിപ്പളുമായിട്ട്, സ്കൂളിലെ പ്രിൻസിപ്പൽ ഹെഡുമായിട്ട് ടീച്ചറുടെ റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ ടീച്ചേഴ്സ് കൊളീഗ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇതാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻ എന്ന് പറയുന്നത്. എങ്ങനെ നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്നു ആ ഒരു സ്കൂളിൽ, ആ ഒരു ക്ലാസ്സിൽ. അപ്പൊ ഇവിടെ ടീച്ചറെ കണക്ട് ചെയ്തിട്ടാണ് ഓരോന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതായത് ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ഡയമെൻഷനാണല്ലോ പറയുന്നത്. അപ്പൊ ആ ഒരു ക്ലാസ് റൂം മാനേജ് ചെയ്യുന്ന ടീച്ചർ, ആ ടീച്ചർ ഈ ഡയമെൻഷൻസുമായിട്ട് എങ്ങനെ കണക്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി സൈക്കോളജിക്കൽ ഡയമെൻഷൻ. സൈക്കോളജിക്കൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു കുട്ടിയെ ടീച്ചർക്ക് എങ്ങനെ
മനസ്സിലായില്ലേ? കുട്ടിയെ ടീച്ചർക്ക് എങ്ങനെ മനസ്സിലാകുന്നു, കുട്ടിയുടെ സൈക്കോളജി, അതാണ്. അതുകൊണ്ടാണ് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ടീച്ചിങ് ഫീൽഡിൽ ഏത് ലെവലില് ബി.എഡ് ആണെങ്കിലും എം.എഡ് ആണെങ്കിലും BTC ആണെങ്കിലും മോണ്ടിസോറി ആണെങ്കിലും നമ്മൾ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത്. ഒരു സബ്ജക്ട് പഠിക്കുന്ന പോലെ എടുക്കാതെ അതിന് ഒരു തിമാറ്റിക് ലേണിങ്ങിലൂടെ കൊണ്ടുപോയാലാണ് നമുക്ക് കുട്ടികളെ മനസ്സിലാവുള്ളൂ. കാര്യം പകല് ക്ലാസ് അധികം ഉണ്ടായില്ല, 2 ക്ലാസ്, ഞാൻ വളരെ കുറവ് ക്ലാസ് എടുക്കുന്നത്. എന്നാലും ഇങ്ങനെ തൊണ്ടയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. ഓക്കെ. അപ്പോ സൈക്കോളജിക്കൽ ഡയമെൻഷൻ ഞാൻ ചുമ്മാ വന്നിങ്ങനെ ടോപ്പിക്സ് ഒക്കെ എടുത്തു പോവുക. നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ ഒരു പോസിറ്റീവ് പൾസ് പോലും എന്റെ ഭാഗത്തു നിന്ന് വരുന്നില്ലെങ്കിൽ ക്ലാസ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ സൈക്കോളജിക്കൽ ഡയമെൻഷനിൽ വരേണ്ട അതാണ്. ആ ഒരു ഇൻസ്പിരേഷൻ, ലേണിംഗ് വിത്ത് ഇൻസ്പിരേഷൻ ആയിരിക്കണം. കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവരെ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റണം ഓരോ മൊമെന്റിലും. അപ്പൊ അങ്ങനെ വേണം നമ്മൾ ഇത്ര ചെറിയ കുട്ടികൾക്കാണെങ്കിലും വലിയ കുട്ടികൾക്കാണെങ്കിലും ക്ലാസ് എടുക്കാൻ. മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ലേണിംഗ് ആണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. അല്ലാതെ എനിക്ക് എന്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, എനിക്ക് പോർഷൻ തീർന്നിട്ടില്ല, എനിക്ക് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. ഏത് സ്കൂളിൽ ചെന്നാലും ടീച്ചർമാരുടെ നിന്ന് കേൾക്കുന്ന ഒരു പല്ലവിയാണ്, പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ കുട്ടികൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളത് അവിടെ സെക്കൻഡറിയും അല്ല ടേഴ്സറിയും അല്ല. ആ ഒരു രീതിയിൽ അതിനെപ്പറ്റി ബോധർ ചെയ്യുന്നില്ല അവര്. അതെന്താന്ന് മനസ്സിലാവുന്നില്ല. കിട്ടട്ട കുട്ടികൾക്ക് കിട്ടും, അല്ലാത്തവരങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് പലപ്പോഴും പല സ്കൂളുകളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. എല്ലായിടത്തൊന്നും അല്ല കേട്ടോ. അപ്പൊ ലേണിംഗ് വിത്തൗട്ട് ഇൻസ്പിരേഷൻ അല്ല വേണ്ടത്, ലേണിംഗ് വിത്ത് ഇൻസ്പിരേഷൻ. കുട്ടി പഠിക്കണം വിത്ത് ഇൻസ്പിരേഷൻ. ടീച്ചറെ പേടിപ്പിച്ചിട്ടോ ഇമ്പോസിഷൻ പണിഷ്മെന്റ് പേടിച്ചിട്ടോ അല്ല കുട്ടി പഠിക്കേണ്ടത്. അവൻ ഇൻസ്പയർഡ് ആവണം. യെസ്, ഐ ഹാവ് ടു ഡു ദിസ്, എനിക്കിത് മനസ്സിലാക്കി പോകണം. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ അവൻ ലേണിങ്ങിനെ കാണുന്നു, അങ്ങനെ അവന്റെ മെമ്മറിയിൽ വരണം. അല്ലാതെ പേടിച്ചിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബൈഹാർട്ട് മകം ആരും മനസ്സിലായിട്ടുണ്ടാവില്ല. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സൈക്കോളജിക്കൽ ഡയമെൻഷനിൽ വരുന്നത്. പിന്നെ നമ്മുടെ വാല്യൂസ്, എത്തിക്കൽ കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ വാല്യൂ. കുട്ടികൾ കൂടുതൽ കണക്റ്റഡ് ടീച്ചറായിട്ടായിരിക്കും, കാരണം അവർ ആക്റ്റീവ് ആയിരിക്കുന്ന ആ ഒരു സ്കൂൾ ടൈമിൽ. അപ്പൊ ടീച്ചർ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, ടീച്ചറുടെ ആക്ഷൻസ്, എക്സ്പ്രഷൻസ് എല്ലാം ആ കുട്ടിയെ ഇൻസ്പയർ ചെയ്യും. ഇപ്പോഴും 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ അവൻ 9th-ലായി. അവൻ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടീച്ചർ ഒരു ദിവസം അവൻ വന്നു പറഞ്ഞു, ഇന്ന് മിസ് ചിരിച്ചില്ല. അപ്പൊ ആ ടീച്ചറെ ചിരിക്കാതിരുന്ന ആ കുട്ടിയെ അത്രയും ബാധിച്ചു എന്നുള്ളതാണ്. ഇന്ന് മിസ് ചിരിച്ചില്ല, അങ്ങനെ വന്നു പറഞ്ഞു. അതന്നെ, നമ്മുടെ ഒരു ഡ്രസ്സിങ്ങും നമ്മുടെ സ്റ്റൈലും നമ്മളുടെ ചിരിയും എല്ലാം കുട്ടികളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ആ ഒരു ഇൻഫ്ലുവൻസ് അത് കുട്ടികളുടെ ബിഹേവിയറിൽ ആ ഒരു മാറ്റം ഉണ്ടാക്കും. നമ്മൾ ആദ്യം പറഞ്ഞു, ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിന് 2 കണ്ടീഷൻസ് അത്യാവശ്യമാണ്. കുട്ടി വളരുന്ന സാഹചര്യം, എൻവിയോൺമെന്റ്, ആൻഡ് അതുപോലെ തന്നെ കുട്ടിക്ക് കൊടുക്കുന്ന ഫ്രീഡം. അവന് വേണ്ടുന്ന ഫ്രീഡം കേട്ടോ, അല്ലാണ്ട് ചുമ്മാ കുറെ ഫ്രീഡം കൊടുക്കുക എന്നുള്ളതല്ല. അത് പലപ്പോഴും ഈവൻ ചില ക്ലാസ്സുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ചെറിയ കുട്ടികളെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ഈ ഡിപ്ലോമ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്, പോളിടെക്നിക്. കൂടുതലും ബോയ്സ് വരുന്ന ഇത്. അപ്പോൾ ഈ ടീച്ചേഴ്സ് ഒക്കെ ഉപേക്ഷിച്ചിട്ടുള്ള ബോയ്സ് ഉണ്ടാകും കേട്ടോ. അപ്പൊ അങ്ങനെ ഉള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അവനൊന്നും നന്നാവില്ല എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് തന്നായിരിക്കും നമ്മളെ ക്ലാസ്സിലേക്ക് പ്രിൻസിപ്പൾ വിടുന്നത്. അപ്പൊ അവരിൽ ബിഹേവിയറൽ ചേഞ്ചസ് വരുത്താൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മളൊരു ടീച്ചർ ആകുന്നത്. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള കേസസ് ഒക്കെ ഉണ്ട്. പക്ഷെ എത്രത്തോളം നമുക്ക് എത്ര കാലത്തോളം അവരെ ചേർത്ത് പിടിക്കാം. എന്നാൽ നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂസ് ഒരു കുട്ടിയിൽ ഒരു മാറ്റം വരുത്തിയാൽ അതാണ് നമ്മുടെ റിവാർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അല്ലാതെ നമുക്ക് കിട്ടുന്ന പേയ്മെന്റ്, സാലറി, അത് വേണം എന്ന് തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾക്ക് കിട്ടുന്ന ഒരു അപ്രൈസൽ ലെറ്റർ ആ ഒരു പ്രിൻസിപ്പൾ ചുമ്മാ തരുന്നത് പോലെയല്ലല്ലോ ഒരു കുട്ടിയിലൊരു മാറ്റം ഉണ്ടാകുന്നത്. അപ്പൊ അതേ രീതിയിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുള്ള നെക്സ്റ്റ് കൂടുതലായിട്ടൊന്നുമില്ല. പിന്നെ ഹ്യൂമൻ റിലേഷൻസ് നമ്മൾ പറഞ്ഞു. അതായത് ടീച്ചറും കുട്ടികളുടെ പാരന്റ്സുമായിട്ടുള്ളതും അങ്ങനെ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതില് ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ഡയമെൻഷനില് ആ സ്കൂളും ക്ലാസ്സിലെ കണക്ഷൻസും എല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ ഹ്യൂമൻ റിലേഷൻസ് വരുമ്പോൾ കുട്ടികളുടെ പാരന്റ്സുമായിട്ടും പബ്ലിക്കായിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു കമ്മ്യൂണിറ്റി റിലേഷൻ ഒരു ടീച്ചർക്ക് വരുന്നു. അങ്ങനെ കുറച്ച്
ഓക്കെ, അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊന്നുമില്ല. കാരണം അത് അത് നിങ്ങളുടെ ഒരു ഗ്രോത്തിന് നിങ്ങളൊന്ന് വായിച്ചു വെക്കും. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഞാൻ അതിനകത്തൊന്നും പ്രിഫർ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ക്ലാസ് റൂം മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസസ്, പേജ് നമ്പർ 26. ക്ലാസ് റൂം മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസസ് എന്തൊക്കെയാണ്? കുറെ സപ്പോർട്ടിംഗ് ഡിവൈസസ്. ഇപ്പൊ ലാബ് ആവശ്യമുള്ള, ഇപ്പൊ സയൻസ് സബ്ജക്റ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ലാബ് വേണം. പിന്നെ കുട്ടികളെയും കൊണ്ട് നമ്മൾ പലപ്പോഴും ട്രിപ്പുകൾക്ക് പോകാറുണ്ടല്ലേ, ഫീൽഡ് വർക്കിന് പോകും. ചില കാര്യങ്ങൾക്ക് ഫീൽഡ് വർക്ക് വേണ്ടി വരും. NSS ക്യാമ്പുകൾ പോലുള്ള ക്യാമ്പുകൾ അറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾക്ക് കുട്ടികളെ ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യാം. കാരണം അവരിൽ ഈ സപ്പോർട്ട് ചെയ്യേണ്ട ആളുകളെ സപ്പോർട്ട് ചെയ്യണം എന്നൊരു തോന്നൽ. പിന്നെ യു ആർ ബ്ലെസ്ഡ്, നിനക്ക് ഇത്രയും കാര്യങ്ങളുണ്ട്, നീ ബ്ലെസ്ഡ് ആണെന്നുള്ളൊരു തോട്ടും കുഞ്ഞുങ്ങളിൽ വരണമെങ്കിൽ അവർ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി അവരെ സെർവ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ളത്, പിന്നെ ലൈബ്രറി, അങ്ങനെയുള്ളതൊക്കെയാണ് സപ്പോർട്ടിംഗ് ഡിവൈസ് ആയിട്ട് വരുന്നത്. അപ്പൊ ശരിക്കും അവർക്ക് ഒരു 5 സബ്ജക്റ്റ് ഉണ്ട്. 5 സബ്ജക്റ്റിന്റെ ടെക്സ്റ്റ് മാത്രമല്ല ഈ ക്ലാസ് റൂം മാനേജ്മെന്റിൽ ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതുപോലുള്ള പല കാര്യങ്ങൾ, ഹോം അസൈൻമെന്റ് കൊടുക്കും, പിന്നെ സെൽഫ് സ്റ്റഡി, പിന്നെ ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അങ്ങനെ പല പല കാര്യങ്ങളും. പിന്നെ ചില കേസസ് വരുമ്പോൾ എക്സാം ഒക്കെ എടുക്കുമ്പോൾ റെമഡിയൽ ടീച്ചിങ്, എവിടെയാണോ വീക്ക് അവിടെ അവരെ റെമഡിയൽ ടീച്ചിങ് കൊടുക്കുക. പിന്നെ ചില കുട്ടികൾ ചില സബ്ജക്ട്സിൽ നല്ല നല്ല അറിവുള്ളവരായിരിക്കും, അവരതിനകത്ത് നല്ല കേപ്പബിൾ ആയിരിക്കും. അപ്പൊ അവരെ വെച്ചിട്ട് അവരുടെ പീർ ഗ്രൂപ്പിനെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ കുറെ ഗൈഡൻസും കാര്യങ്ങളൊക്കെയാണ് സപ്പോർട്ടിംഗ് ഡിവൈസിൽ വരുന്നത്. പിന്നെ ടീച്ചറുടെ റോളാണ് സെയിം പേജിൽ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മൾക്ക് കുറെ റോൾസ് കാണാം. ആ റോള് നിങ്ങളൊന്ന് വായിക്കുക. ലീഡറാണ്, മാനേജറാണ്, ഒരു ഡേറ്റ കോച്ചാണ്, ഒരു ഗൈഡാണ്, റിസർച്ചറാണ്, ഫിലോസഫറാണ്, മെന്ററാണ്. അങ്ങനെ കുറെ റോൾസ് ടീച്ചർക്ക്. ഈവൻ ടീച്ചിങ് ജോബ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുള്ളവർക്ക്, നമ്മുടെ ഈ സെഷൻസിലൂടെ കടന്നു പോയവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആസ് എ ടീച്ചർ ഞാൻ ഏതൊക്കെ റോള് ചെയ്യണം എന്നുള്ളത്. ചില സമയത്ത് നമുക്ക് ചേച്ചിയാകേണ്ടി വരും, ചില സമയത്ത് അമ്മയെ പോലെ ആകേണ്ടി വരും, അല്ലെ? അങ്ങനെയൊക്കെ പോകും. ദെൻ ഇനി കൂടുതലായി പിന്നെ സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഡെഫിനറ്റ്ലി ആ ഒരു ടീച്ചർ അത്രയും കാര്യങ്ങൾ മാനേജ് ചെയ്യുമ്പോൾ ടീച്ചറെ ഇൻസ്പയർ ചെയ്യണം, ടീച്ചറെ ഡെവലപ്പ് ചെയ്യണം, സ്റ്റാഫിനെ ഡെവലപ്പ് ചെയ്യണം, അല്ലെ? ടീച്ചേഴ്സിന്റെ ബിഹേവിയർ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ആ സൈക്കോളജിക്കൽ റിലേഷൻ, ആ ഒരു ഡയമെൻഷനിൽ നമ്മൾ പറയുന്നുണ്ട്, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കുട്ടികളെ. ഒരു ദിവസം ചിരിക്കാതെ വന്നിരിക്കുമ്പോഴേക്കും എന്ത് പറ്റി എന്ന്. കാരണം എനിക്കിപ്പോ ചില ദിവസങ്ങളിൽ എനിക്ക് മെസ്സേജ് വരാറുണ്ട്, നാം ഒത്തിരി ടയേർഡായിട്ട് കാണുന്നുണ്ടല്ലോ, എന്ത് പറ്റിയെന്ന്. മേ ബി അന്നത്തെ എന്തെങ്കിലും സ്ട്രഗിൾ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ഓട്ടപ്പാച്ചില് പറ്റുന്നതായിരിക്കാം. ഞാൻ പോലും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഞാനിങ്ങനെ ടയേർഡായിട്ട് ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. പക്ഷെ എനിക്ക് മെസ്സേജ് വരും, ഞാൻ വല്ലാതെ ടയേർഡായിട്ടാണല്ലോ എന്നുള്ളത്. ദാറ്റ് മീൻസ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അതൊക്കെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി, എന്താ പറയാ, മൈ ഗോഡ്. ഓക്കെ ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് നമുക്ക് 4th യൂണിറ്റ് ആണ്. 3rd യൂണിറ്റ് അശ്വിൻസ് എടുത്തിട്ടുണ്ടല്ലോ. Fourth unit, page number 66. Transacting the curriculum and evaluating the developing teacher. അല്ലെ, നമ്മള് കരിക്കുലത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു, അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നു. ഓരോ എനിക്ക് തോന്നുന്നു ജോയിൻ ആയി വിത്തിൻ ഡേയ്സ് തന്നെ ടീച്ചർമാരിൽ മാറ്റങ്ങൾ വരും. അപ്പൊ പിന്നെ 1 month കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ഉള്ള മാറ്റമൊക്കെ വളരെ അപ്രീഷ്യബിൾ ആയിരിക്കും. പിന്നെ ആ സബ്ജക്റ്റ് എടുക്കുമ്പോൾ ആ സബ്ജക്റ്റ് അല്ലാതെ വേറെയും കപ്പാസിറ്റി ആ ടീച്ചർക്ക് ഉണ്ടാവും. അത് മനസ്സിലാക്കി, അതൊക്കെ നമ്മൾ സൂപ്പർവിഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കി ആ ടീച്ചറിനെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, എന്തിനു പറയുന്നു, ടീച്ചിങ് പ്രാക്ടീസിന് ചെന്നപ്പോൾ നമ്മളുടെ മിക്ക ട്രെയിനീസുമാണ് കുട്ടികളെ ആനുവൽ ഡേക്ക് വേണ്ടി ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്യിച്ചത്, ഡാൻസ് പഠിപ്പിച്ചതും അതിന്റെ ഓരോ തീമാറ്റിക് ആയിട്ടുള്ള അവർക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്തതും എല്ലാം നമ്മുടെ കുട്ടികൾ തന്നെയായിരുന്നു. അപ്പൊ അതാണ് പെട്ടെന്ന് തന്നെ അവരുടെ ആ ഒരു പൊട്ടൻഷ്യൽ, ആ ഒരു കേപ്പബിലിറ്റി മനസ്സിലാക്കി അവരും അപ്ഗ്രേഡ് ആവുകയാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. എഡ്യൂക്കേഷന്റെ ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അതാണ് വരുന്നത്. ഓക്കെ, സോട്ട് അനാലിസിസ് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. അതിലെ ഓരോ ലെക്ചറും എന്താണ്
മീൻ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്സ്. ഓരോ ലെറ്ററും എന്താണ് എന്നുള്ളത് നമ്മൾക്ക് കുട്ടികളിൽ ചെയ്യാവുന്ന ഒരു അനാലിസിസ് മെത്തേഡാണ്, ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് മെത്തേഡാണ്. ആ കുട്ടിയുടെ സ്ട്രെങ്ത്, വീക്ക്നെസ് ഇതെല്ലാം മനസ്സിലാക്കി ആ കുട്ടി എന്തെങ്കിലും ഒരു ചാലഞ്ചസോ ത്രെറ്റ്സോ ആ കുട്ടി ഫേസ് ചെയ്യുന്നുണ്ടോ. ഒരു ടീച്ചറായി എക്സ്ട്രാ മെസ്സേജ് ഉണ്ടേ നോക്കട്ടെ. ഡ്രിൽ ടീച്ചറായിട്ടും എക്സ്ട്രാ കരിക്കുലർ ടീച്ചറായും വർക്ക് ചെയ്തിട്ടുണ്ട് സേഫ് സ്കൂളിൽ. വെരി ഗുഡ് പ്രസ്നി. ആൻഡ് എന്തായിരുന്നു ഫീഡ്ബാക്ക്? കുഴപ്പമില്ലായിരുന്നു. നമ്മള് PT ആയിട്ടും എക്സ്ട്രാ കരിക്കുലറിന്റെ രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും സെയിം ആ ഒരു ഇത് തന്നെയാണല്ലോ. ഞാൻ ടൈക്കോണ്ടാണ് പഠിപ്പിച്ചോണ്ടിരുന്നത്. അപ്പം സെയിം ഇതൊരു ഫീൽഡ് തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. രണ്ടും ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്തോണ്ടിരുന്നത്. ഓക്കെ. അറബി എവിടെ വർക്ക് ചെയ്യണേ? വർക്ക് ചെയ്യണല്ല, ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ടില്ല. ആണോ? ഓക്കെ ഓക്കെ. അവിടെ എന്തൊക്കെയാ ചെയ്യിക്കുന്നത്? അവർ എക്സ്ട്രാ എന്തെങ്കിലും വർക്ക് തന്നിട്ടുണ്ടോ? ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ആർട്ട് വർക്ക്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ. ഡാൻസ് ടീച്ചർ അല്ലേ? BA ഭരതനാട്യം. ഞാനും പ്രിയ ചേച്ചി ഒരു കോളേജിൽ RLVയിലായിരുന്നു, ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത്. ഏതായിരുന്നു നിങ്ങൾ? BA ഭരതനാട്യം? ഞങ്ങള് മോഹിനിയാട്ടമായിരുന്നു. ഞാൻ PG കാലടിയിൽ ചെയ്തു, ചേച്ചി PG ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് കോൺവെക്കേഷൻ ഒരു ഡാൻസ് പ്രതീക്ഷിക്കാമോ? മോഹിനിയാട്ടോ ഓഫ് കോഴ്സ് ഞങ്ങൾ രണ്ടുകൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. വെറുതെ ചോദിച്ചത്, അവരാഗ്രഹം കൊണ്ട് ചോദിച്ചതാണ്. നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു. ആണോ? പ്രിയങ്ക ഇല്ലാന്ന് തോന്നുന്നല്ലേ ക്ലാസ്സില്? ഉണ്ടോ? ഇല്ല ചേച്ചി വർക്കൗട്ടും ജിമ്മും ഒക്കെ ആയിട്ട് പോയേക്കാണ് ആള്. വെരി ഗുഡ്. സോ സോട്ട് അനാലിസിസ് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ആ ഒരു ടേംസ് എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കുക. അതാണ് സോട്ട് അനാലിസിസിൽ വരുന്നത്. പിന്നെ കൂടുതലായിട്ട് ഒന്നും ആ ഒരു ലെസണിൽ ഇല്ല. ടൈം മാനേജ്മെന്റ്, പേജ് നമ്പർ 71, വെരി ഇമ്പോർട്ടന്റ്. വെൽ അറേഞ്ച്ഡ് ടൈം ഈസ് ദി ഷുവറസ്റ്റ് മാർക്ക് ഓഫ് എ വെൽ അറേഞ്ച്ഡ് മൈൻഡ്. നമ്മുടെ ഷോർട്ട് ഹാൻഡ് കണ്ടുപിടിച്ച ഐസക് പിറ്റ്മാന്റെ വാക്കുകളായിരുന്നു അത്, അല്ലെ? ഷോർട്ട് ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവ് സമയം കൊണ്ട് കൂടുതൽ ഇൻഫർമേഷൻസ് എഴുതുക എന്നുള്ളത്. പണ്ട് ഓഫീസുകളിലൊക്കെ സ്റ്റെനോഗ്രാഫർ ആ ഒരു പോസ്റ്റിലിരിക്കുന്നവരാന്ന് തോന്നുന്നു ഈ ഒരു പരിപാടി ചെയ്യുന്നത്. ഷോർട്ട് ഹാൻഡ് ആ ഒരു ഓഫീസിൽ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര സ്പീഡിലായിരിക്കും പറയുന്നത്. പെട്ടെന്ന് തന്നെ മെസ്സേജ് എഴുതിയെടുക്കുന്നു, പിന്നെ അവരത് ഡ്രാഫ്റ്റ് ചെയ്യുന്നു, അതിനെ എക്സ്പാൻഡ് ചെയ്ത് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആയിട്ട് മാറ്റുന്നു. സോ ഒരു ടൈമിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു സ്കൂളിനെ സംബന്ധിച്ച് ടൈം മാനേജ്മെന്റിന് വേണ്ടുന്ന ഒരു ടൂളാണ് ടൈം ടേബിൾ. ഓക്കെ. അപ്പൊ ഒരു പ്രോപ്പർ ഒരു ടൈം ടേബിൾ ഇല്ലെങ്കിൽ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ നിങ്ങൾ ചോദിക്കും മോണ്ടിസോറി മെത്തേഡിൽ ടൈം ടേബിൾ ഇല്ലല്ലോ? ഇറ്റ്സ് ഡെഫിനറ്റ്ലി അവിടെ ടൈം ടേബിൾ ഇല്ല. അവിടെ ഒരു വർക്കിംഗ് ടൈം ഉണ്ടാവും. ഫ്രം മോർണിംഗ് ദിസ് ടൈം ടു ഈവനിങ് ദിസ് ടൈം, ലഞ്ച് ടൈം, ഇത് അത്ര മാത്രമേ ഉള്ളൂ. അതിന്റെ ഇൻബിറ്റ്വീൻ ടൈം കുട്ടികളുടെ രീതിക്ക് അങ്ങ് പോവാണ്. പിന്നെ അത് ചെറിയ കുട്ടികളാണല്ലോ. വലിയ ക്ലാസ്സുകളിലേക്കൊക്കെ വരുമ്പോൾ ആ ഒരു ഷെഡ്യൂള് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് പോകണം. കാരണം അവർക്ക് കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. സബ്ജക്ട്സിന് പുറത്തേക്ക് കരിക്കുലം അല്ലാതെ എക്സ്ട്രാ കരിക്കുലർ കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ വേസ്റ്റേജ് ഓഫ് ടൈമിനെയൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ. ടൈം മാനേജ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടൻസ്, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇത്ര സമയത്ത് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അസംബ്ലി അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ PT പീരീഡ് കൊടുക്കുന്നതും എല്ലാം. പിന്നെ പാരന്റ്സുമായിട്ടുള്ള ബന്ധം, ഒരു PT അല്ലെ, പാരന്റ് ടീച്ചർ ഫെഡറേഷൻ. ഓക്കെ. അത് കുട്ടികളുടെ വെൽഫെയർ ആണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഈ ഒരു PTA എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ കൂടുതലായിട്ട് ടീച്ചേഴ്സിനെ എന്താ പറയാ കൺട്രോൾ ചെയ്യാനോ ഒന്നുമല്ല PTA ഉള്ളത്. ഓവറോൾ ഉദ്ദേശം കുട്ടികളുടെ വെൽഫെയർ ആണ്. ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി, വെരി ഇമ്പോർട്ടൻറ്റ്. ഇക്വിറ്റി, ഫെയർനെസ്, നീതി, അല്ലെ? ഇക്വാലിറ്റി, എല്ലാവരും ഈക്വൽ ആണ്, ഈക്വലി ബാലൻസ്ഡ് എന്നുള്ള രീതിയിൽ. അപ്പോൾ എല്ലാവർക്കും ഇക്വിറ്റി, ആ ഒരു നീതി, ഫെയർനെസ് ആയിരിക്കണം. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ എല്ലാവരും ഈക്വൽ ആണ്, ആ ഒരു ഇക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യണം.
എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു. ഫുള്ളസ്റ്റ് ആയിട്ട് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇക്വാലിറ്റി. ഇതിനകത്ത് വരുന്നത് എല്ലാവർക്കും ഒരേപോലെ അല്ലെ, ഒരു കുട്ടിക്ക് കൂടുതൽ ഒരു കുട്ടിക്ക് കുറവെന്നുള്ളതില്ല, എല്ലാവർക്കും ഒരേപോലെ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അതിന്റെ ഒരു ഫുള്ളസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്തിനാണ്? കുട്ടികളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ. പിന്നെ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കാസ്റ്റ് ക്രീഡ് എന്ത് തന്നെയായാലും എല്ലാവരും ഈക്വൽ ആ ഒരു രീതിയിൽ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു ഇക്വിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അതിൽ കൂടുതൽ കാര്യമായിട്ട് ഒന്നുമില്ല. പിന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞ എല്ലാ സ്റ്റുഡൻസിനും ഈക്വൽ ആക്സസ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, ടീച്ചിങ് ലേണിംഗ് എൻവയോൺമെന്റ് ഒരു വെൽക്കമിങ് സപ്പോർട്ടീവ് ആയിട്ടുള്ളതായിരിക്കണം. ആ ഒരു രീതിയിലുള്ള ഒരു ലേണിംഗ് പ്രോസസ് നടക്കണം, ആ ഒരു രീതിയിലുള്ള എഡ്യൂക്കേഷൻ നടക്കണം എന്നുള്ള രീതിയിൽ. നെക്സ്റ്റ് ക്രിട്ടിക് ആൾട്ടർനേറ്റീവ്സ് ഒക്കെയാണ്. അതൊരു ടേബിള് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, 7 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ടേബിള്. അതില് അത് ഇമ്പോർട്ടന്റ് ആണ് ഫോർ യുവർ ഗ്രോത്ത് എന്നേ ഞാൻ പറയുള്ളൂ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. എക്സാമിന് ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്തൊന്നും അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇത് നമ്മളുടെ ഒരു ഗ്രോത്ത്, ഈവൻ പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ചില കാര്യങ്ങൾ വരുമ്പോൾ ചില ക്രിട്ടിക് ഒരു സീരിയസ് ഒരു എക്സാമിനേഷൻ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ചില കാര്യങ്ങളിൽ എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്കതിന് ഒരു ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾക്ക് എന്തൊക്കെ മെത്തേഡ് എടുക്കാം, അതിപ്പോ ഈ പറഞ്ഞ രീതിയിൽ തന്നെ വേണമെന്നില്ല, അത് നമുക്കൊരു റെഫറൻസ് ആക്കി വെക്കാം. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പല ഓൾട്ടർനേറ്റീവ്സും സെലക്ട് ചെയ്യുമല്ലേ. ഇപ്പൊ ക്ലാസ്സിലെ കുട്ടികളിൽ കുറച്ച് പേര് ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ അവരുടെ ഒരു റെസ്പോൺസ് ശരിയായ രീതിയിൽ വരുന്നില്ല എന്ന് കാണുമ്പോൾ അവിടെ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്. അപ്പൊ ഇറ്റ്സ് ഫോർ യുവർ ഗ്രോത്ത് ഓൺലി ആ പോയിന്റ്സ്. പിന്നെ സൂപ്പർവിഷൻ ആണ് അടുത്തത്. ഓക്കെ, സൂപ്പർവിഷൻ ഒരു ടീച്ചറെ ഡെവലപ്പ് ചെയ്യുക, ടീച്ചറെ അപ്ഗ്രേഡ് ചെയ്യുന്നതാണ്. മെസ്സേജ് ജസ്റ്റ് എനിക്ക് നമുക്ക് ക്ലാസ്സില് യുണീക്ക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെന്ന് അറിയാം. കുറെ എന്താ പറയാ ആവറേജസ്, അവരെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ബിലോ ആവറേജും കാണും. കാരണം നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ നമ്മളുടെ ഒരു ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ അങ്ങനെയാണ് ശരിക്കും കാറ്റഗറൈസ് ചെയ്യുന്നത്. ഡീവിയേറ്റഡ് കുട്ടികളെ നോർമലൈസേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ റോള്. അത് നോർമലൈസേഷനിൽ വന്നു കഴിഞ്ഞാൽ അവർ പഠിക്കും. അപ്പൊ ശരിക്കും വേണ്ടത് ഒരു ടീച്ചിങ് ലേണിംഗ് എൻവയോൺമെന്റ്, അത് ഒരു വെൽക്കമിങ് എൻവയോൺമെന്റ് ആയിരിക്കണം, സപ്പോർട്ട് ചെയ്യുന്ന എൻവയോൺമെന്റ് ആയിരിക്കണം. അങ്ങോട്ട് വരാൻ കുട്ടി ഭയപ്പെടരുത്, കുട്ടിക്ക് പേടി തോന്നരുത്, വരാൻ ഇഷ്ടം വേണം. ഈവൻ പഠിക്കാൻ കുട്ടി പുറകിലേക്കാണെങ്കിലും ആ ഒരു എൻവയോൺമെന്റിലേക്ക് വരാനായിട്ടൊരു ഇഷ്ടം തോന്നണം. ഓക്കെ, അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു എഡ്യൂക്കേഷൻ മെത്തേഡ് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. എല്ലാ സ്റ്റുഡൻസിനും ഒരു ഈക്വൽ ആക്സസ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. നമ്മള് സാധാരണ സ്കൂളുകളിൽ പോകുമ്പോൾ കാണുന്ന ഒരു സ്റ്റൈലാണ് ചില കുട്ടികളെ അങ്ങ് മാറ്റി നിർത്തപ്പെടുന്ന പോലെ തോന്നും. അപ്പൊ അവരെ നോക്കിയിട്ട് കാര്യമില്ല, എന്ത് പറഞ്ഞാലും കേൾക്കില്ല, അനുസരിക്കില്ല, ആ ഒരു രീതിയിൽ പറയുന്ന ഒരു കാറ്റഗറി ഏത് കാലഘട്ടത്തിലും ഉണ്ടാവും. വലിയ ക്ലാസ്സിലാണെങ്കിലും ചെറിയ ക്ലാസ്സിലാണെങ്കിലും ഞാൻ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട കുട്ടികളെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്റെ പ്രോഗ്രാം അവിടെ ചെയ്യാറ്. നമുക്ക് അവരെയാണ് വേണ്ടത്. അപ്പൊ കാരണം മറ്റുള്ളവർ ഓൾറെഡി നോർമലൈസ്ഡ് ആണ്, അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവരുടെ രീതിയിൽ ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റീവായി വരുന്നുണ്ട്. പക്ഷെ ഈ കുട്ടികൾക്ക് അതിനുള്ളൊരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ദാറ്റ് ഇസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആ രീതിയിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. സൂപ്പർവിഷൻ. ഓക്കെ, ഏർലിയർ ഡേയ്സില് പണ്ട് കാലത്ത് സൂപ്പർവിഷൻ നിങ്ങൾക്കറിയാം, അതിന്റെ 3 രീതി, ആ രീതിയിലായിരുന്നു സൂപ്പർവിഷൻ. ഓട്ടോക്രാറ്റിക്, അതോറിറ്റേറ്റീവ്, ഇല്ലോജിക്കൽ. ഒട്ടും ലോജിക്കില്ലാത്ത ഭയങ്കരമായിട്ട് അതോറിറ്റി, അധികാരം എടുക്കുന്ന ഏകാധിപത്യം പോലെ ഓട്ടോക്രാറ്റിക്, അതായിരുന്നു പണ്ട് കാലത്തെ ആ ഒരു സൂപ്പർവിഷൻ. ആ ഒരു ക്ലാസ് എടുത്തപ്പോൾ ഞാനത് പലതവണ പറഞ്ഞിരുന്നു. യു ക്യാൻ അണ്ടർലൈൻ ദാറ്റ്. പിന്നെ പലരും സൂപ്പർവിഷന് പല രീതിയിലുള്ള ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
സൂപ്പർവിഷൻ മെയിനായിട്ടും ഒരു സൂപ്പർവൈസർ എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു ടീച്ചറെ ഡെവലപ്പ് ചെയ്തെടുക്കുക അല്ലെ. അവരുടെ പ്ലസ് മൈനസ് എല്ലാം മനസ്സിലാക്കി അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുക, അവരെ ഫോളോ അപ്പ് ചെയ്യുക. അതാണ് ശരിക്കും സൂപ്പർവൈസർ ചെയ്യുന്നത്. അതൊരു സ്കൂളിൽ ഹെഡായിരിക്കാം, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ ഹെഡായിരിക്കാം, ചിലപ്പോൾ പ്രിൻസിപ്പൽ ആയിരിക്കാം, അങ്ങനെ ആരാണ്. പുതുതായി ഒരു ടീച്ചർ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഇപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വേറെ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ആ രീതിയിൽ സൂപ്പർവിഷൻ അങ്ങനെയും നടത്താം. പിന്നെ സൂപ്പർവിഷനിൽ 7 C's വരുന്നുണ്ട്. ദാറ്റ് ഇസ് കോൺവെർസേഷൻ. കോൺവെർസേഷൻ അറിയാലോ, എഫക്റ്റീവ് കോൺവെർസേഷൻ ആണ് വരുന്നത്. ഫസ്റ്റ് C ആണ് കോൺവെർസേഷൻ ആയിട്ട് പറയുന്നത്. ഒരു അണ്ടർസ്റ്റാൻഡിങ്, രണ്ടുപേര് തമ്മിൽ സംസാരിക്കുകയാണ്, സംഭാഷണം നമ്മൾ പറയും. അപ്പോ തമ്മില് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്യുന്ന എബിലിറ്റി, അതാണ് ഫസ്റ്റ് C. ഒരു സക്സസ്ഫുൾ സൂപ്പർവിഷനിൽ വരുന്ന ഫസ്റ്റ് C. തമ്മിൽ സംസാരിക്കുന്നത്, കമ്മ്യൂണിക്കേഷനുമായിട്ടുള്ള ഒരു ഡിഫറൻസ് അതാണ്. രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്ന അത് എഫക്റ്റീവ് ആകുന്നത്, ഡെവലപ്പ് ചെയ്യുന്ന ഒരു എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന നല്ല രീതിയിൽ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ, കോൺഫ്ലിക്ട്സ് ഒന്നും ഇല്ലാതെ. നെക്സ്റ്റ് വൺ കൊഹീസീവ്നെസ്. അത് പറഞ്ഞപ്പോ ഒരു ഡൗട്ട് ഉണ്ട്. ഡാഷ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് സൂപ്പർവിഷൻ. അപ്പൊ ഏത് ആൻസർ വരുമേ? സ്ട്രിക്റ്റ് അറ്റ്മോസ്ഫിയർ, മിനിമം ഓപ്പർച്യൂണിറ്റീസ്, മോട്ടിവേഷൻ, അതോറിറ്റേറ്റീവ്. ഡെഫിനറ്റ്ലി മോട്ടിവേഷൻ ആയിരിക്കില്ലേ? മോട്ടിവേഷൻ. ഓക്കെ ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു മാം. ഓക്കെ, നെക്സ്റ്റ് കൊഹീസീവ്നെസ്. കൊഹീസീവ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കുക ഒരുമിച്ച്, അതായത് എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ഗ്രൂപ്പ് പ്രൊഡക്ടിവിറ്റി, അതാണ് കൊഹീസീവ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആ പോയിന്റ്സ് നോക്കി നോക്കി പോകുമ്പോൾ അന്ന് ക്ലാസ് എടുത്തപ്പോൾ എഴുതി വെച്ചോ എന്ന് എനിക്കറിയില്ല. കൊഹീസീവ്നെസ് ആണ് സെക്കൻഡ് C എന്ന് പറയുന്നത്. ആ ഒരു ഗ്രൂപ്പിന്റെ ഒരു വി ഫീൽ അല്ലെ, അതാണ് കൊഹീസീവ്നെസ്. നെക്സ്റ്റ് വൺ കമ്മ്യൂണിക്കേറ്റീവ്. ഒരു ഇൻഫർമേഷൻസ് അതിനെ ഹാൻഡിൽ ചെയ്ത് അത് എല്ലാ ഇടങ്ങളിലേക്കും എത്തിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എല്ലാ സ്റ്റാഫിനും ഒരേ രീതിയിലായിരിക്കില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അല്ലേ. ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം എല്ലാരെയും അറിയിക്കണം. അപ്പൊ അത് ടെക്നിക്കലായിട്ട് അറിയാവുന്നവരെ ആ ഒരു രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നു. അതല്ലാതെ ടെക്നിക്കൽ അതിനെപ്പറ്റി ധാരണയില്ലാത്തവർക്ക് കുറച്ചുകൂടെ സിംപ്ലിഫൈ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അതാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്, തേർഡ് വൺ. നെക്സ്റ്റ് കോംപ്രിഹെൻസീവ്, എല്ലാം കൂടെ കൂടിച്ചേർന്നത്, ഓൾ അല്ലെങ്കിൽ എവറിത്തിങ് എന്നൊക്കെ പറയുന്ന രീതിയിൽ. ഇപ്പൊ പല രീതിയിലുള്ള പ്രോഗ്രാംസും ആക്ടിവിറ്റീസും പിന്നെ നെസസറി ആയിട്ടുള്ള പല കാര്യങ്ങളും ഒരു സ്കൂളിൽ ഉണ്ടാവും അല്ലെ. അങ്ങനെ എല്ലാം കൂടെ ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ നടത്തി പോകുന്നത്, അതാണ് കോംപ്രിഹെൻസീവ് ആയിട്ട്. അതിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റണം ഒരു സൂപ്പർവൈസർ. പിന്നെ ക്രിയേറ്റീവ് സൂപ്പർവിഷൻ. നെക്സ്റ്റ് C എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആണ്. പലപ്പോഴും ടീച്ചർമാരിൽ നിന്നുള്ള ബെസ്റ്റ് കണ്ടെത്തുക, ടീച്ചറുടെ ക്രിയേറ്റിവിറ്റി മനസ്സിലാക്കുക, ടീച്ചർ അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുക, ട്രിഗർ ചെയ്യുക, അതൊക്കെയാണ് എൻകറേജ് ചെയ്യുക. അവർക്ക് വേറെയും പല കപ്പാസിറ്റീസ് ഉണ്ടാവും, അവരുടെ സക്സസ്, സ്ട്രെങ്ത്, ഇതിനെയെല്ലാം എൻകറേജ് ചെയ്യുക, അതാണ് ക്രിയേറ്റീവ്. അപ്പൊ ഒരു സൂപ്പർവൈസർക്ക് അങ്ങനെ ഒരു ടീച്ചറുടെ ഒരു കഴിവ് കാണുമ്പോൾ വേണ്ട, അതിനെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് വിടണ്ട എന്നുള്ള തോന്നലല്ല. ആ സൂപ്പർവൈസർ ഒരു റിസോഴ്സ്ഫുൾ ക്രിയേറ്റീവ് ആയിട്ട് അവരെയും പ്രൊമോട്ട് ചെയ്യണം, സൂപ്പർവൈസറുടെ ടാലൻസും ബൂസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ. നെക്സ്റ്റ് വൺ ക്രിട്ടിക്കലി ആൻഡ് കൺസ്ട്രക്റ്റീവ്ലി എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസിപ്ലിൻ കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കൺസ്ട്രക്റ്റീവ് ഡിസിപ്ലിൻ. പണിഷ്മെന്റ് കൊടുക്കുക, ഇമ്പോസിഷൻ കൊടുക്കുക, കുട്ടിയെ ഫിസിക്കലി ടോർച്ചർ ചെയ്യുക അല്ലെങ്കിൽ മെന്റലി ടോർച്ചർ ചെയ്യുക, ആ ഒരു രീതി അല്ലാതെ ഒരു കൺസ്ട്രക്റ്റീവ് ഡിസിപ്ലിൻ, ആ ഒരു രീതിയിൽ വരിക. അതുപോലെ തന്നെയാണ് സൂപ്പർവിഷനിൽ. ഒരാളെ ഹാം ചെയ്യുന്ന രീതിയിൽ, അയാളെ ഡിഗ്രേഡ് ചെയ്യുന്ന രീതിയിലല്ല ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത്. കൺസ്ട്രക്റ്റീവ് ആയിട്ട്, ഇപ്പോ ഒരു വീക്ക്നെസ് ഉണ്ടെന്ന് വിചാരിക്കുക ഒരു ടീച്ചർക്ക്, ആ വീക്ക്നെസ്സിനെ ഓവർകം ചെയ്യാനായിട്ട് അവർക്ക് എന്താണോ ഒരു സ്റ്റെപ്പ്, ഒരു അസൈൻമെന്റ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടത്, അത് ക്രിയേറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് കൊടുക്കുക. ആ ടീച്ചർക്ക് വേദന വരാത്ത രീതിയിൽ. മേ ബി ടീച്ചർക്ക് ഒരു ലാംഗ്വേജ് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുക, ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആ ടീച്ചറുടെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കണം. പക്ഷെ എന്ന് കരുതി ടീച്ചറെ വിഷമിപ്പിക്കരുത്. അതിനനുസരിച്ച് അവർക്ക് ആ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാനുള്ള ഒരു ടൂളോ എന്തെങ്കിലും ഒരു സ്റ്റെപ്സ് എടുക്കുക. സോ ക്രിയേറ്റീവ് ആൻഡ് ക്രിട്ടിക്കലി ആൻഡ് കൺസ്ട്രക്റ്റീവ് ആയിട്ട് ഉള്ള
കാര്യങ്ങൾ, അങ്ങനെ രീതിയിൽ അവരെ ഇൻസ്പയർ ചെയ്യുക. പിന്നെ ഓട്ടോ ക്രിട്ടിക്കൽ, അതാണ് നെക്സ്റ്റ് സി വരുന്നത്. ക്രിട്ടിക്കൽ എന്നുള്ള രീതിയിൽ ആ ഒരു ഓട്ടോ ക്രിട്ടിക്കൽ സൂപ്പർവിഷൻ. സൂപ്പർവൈസർ എപ്പോഴും സെൽഫ് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എനിക്ക് പ്രശ്നമില്ല, ഐ ആം ഗുഡ്, ഐ ആം പെർഫെക്റ്റ് എന്നുള്ള രീതിയിലല്ല, ഞാൻ ഇനി എവിടെയാണ് ശരിയാവേണ്ടത് എന്നുള്ള രീതിയിൽ ആ ഒരു ഓട്ടോ ക്രിട്ടിക്കൽ ആയിരിക്കും ഇൻ നേച്ചർ. പിന്നെ ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ ആണ്. ടൈപ്സ് ഓഫ് സൂപ്പർവിഷനിൽ കുറെ പേര് അന്ന് സെമിനാർ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ നമുക്ക് അക്സെപ്റ്റബിൾ അല്ലാത്ത, അതായത് ടീച്ചിങ് ഫീൽഡിൽ അക്സെപ്റ്റബിൾ അല്ലാത്ത ഒരു സൂപ്പർവിഷൻ എന്ന് പറയുന്നത് കൊയേഴ്സീവ് സൂപ്പർവിഷൻ ആണ്. കൊയേഴ്സീവ് സൂപ്പർവിഷൻ ശരിക്കും ഒരു അതോറിറ്റേറ്റീവ് പോലത്തെ ഒരു സൂപ്പർവിഷൻ ആണ് കൊയേഴ്സീവ് എന്ന് പറയുന്നത്. പിന്നെ ക്ലിനിക്കൽ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിൻ ഈസ് ഫ്രം മെഡിക്കൽ ഫീൽഡ്. അത് പിന്നെ കറക്റ്റീവ് സൂപ്പർവിഷൻ, അതിൻ്റെ വേറൊരു പേര് പറയുന്നത് ഫോൾട്ട് ഫൈൻഡിങ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ആ ടൈപ്സ് ഓഫ് സൂപ്പർവിഷനിൽ വരുന്നത്. നെക്സ്റ്റ് കൂടുതലായിട്ടൊന്നും സ്റ്റേജസ് ഒന്നും ഞാൻ അങ്ങനെ, അതൊക്കെ ജസ്റ്റ് നിങ്ങളുടെ അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സ്റ്റേജസിൽ വരുന്നത്. പിന്നെ കൊയേഴ്സീവ് സൂപ്പർവിഷൻ ആണോ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്? കോണ്ടെക്സ്റ്റോ? ഞാൻ ടെക്സ്റ്റ് ബുക്കാണ് നോക്കുന്നത്, അതാ ചോദിച്ചേ. ഇവിടെ അന്ന് ഞാൻ ക്ലാസ്സിൽ അത് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അതായത് നമ്മള് പേജ് നമ്പർ 85 എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഹെഡിങ് ആണ് ആ പേജിന്റെ മിഡിലായിട്ട്. 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് 5 ടൈപ്സും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഓരോ സൂപ്പർവിഷനായിട്ട് 1 നമ്പർ ഇട്ടിട്ട് കറക്റ്റ് സൂപ്പർവിഷൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ പിന്നെ കൊടുത്തിരിക്കുന്നത് ഈ ടൈപ്സ് ഓഫ് സൂപ്പർവിഷന്റെ കണ്ടിന്യൂവേഷൻ അല്ല, നമുക്ക് വേണ്ടത് ചേഞ്ചിങ് കൺസെപ്റ്റ്സ് ഇൻ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ എന്നുള്ളത് കണ്ടില്ലേ? അതിലേക്ക് ആ ടോപ്പിക്സ് എല്ലാം പോകണം. എന്നിട്ട് ബി തുടങ്ങി, അതായത് BCDE എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ പിന്നെ ബാക്കി വരുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ കറക്റ്റ്. 87-ലാണ് ബിയും സിയും ഡിയും അല്ലേ? 2 3 4 5 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ 1 കറക്റ്റ് സൂപ്പർവിഷൻ കഴിഞ്ഞ് വരേണ്ടത് അതായിരുന്നു, ആ ടോപ്പിക്സ് ആയിരുന്നു. ഈ ക്യൂരിയോസിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ ആ ഒരു ചേഞ്ചിങ് കൺസെപ്റ്റ് ഇൻ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷന്റെ ബാക്കിയായിട്ട് വരേണ്ട കാര്യങ്ങളായിരുന്നു. അങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. അതാണ് പേജ് മീൻസ് അത് ടൈപ്പ് ചെയ്ത് പോയതിലെ ഒരു മിസ്റ്റേക്ക് ആണ്. മീൻസ് ഡേറ്റ എൻട്രി ചെയ്യുന്ന ആൾക്ക് ഐഡിയ ഉണ്ടാവില്ലല്ലോ, അത് ഇനി ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ടെക്സ്റ്റ് അങ്ങനെ പ്രിന്റ് ചെയ്തു പോയി. ഞങ്ങള് വിചാരിച്ചു എന്തോ തെറ്റുപറ്റി, നമുക്ക് എന്തോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ പറ്റുക മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ പേജ് നമ്പർ 85 1 കറക്റ്റീവ് സൂപ്പർവിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പേജ് നമ്പർ 87 ബി തുടങ്ങിയിട്ട് പ്രിവെന്റീവ് സൂപ്പർവിഷൻ, അത് ക്ലിനിക്കൽ സൂപ്പർവിഷൻ വരെയുള്ള കാര്യങ്ങള് 2 3 4 5 എന്ന് പറഞ്ഞിട്ട് നമ്പർ ആക്കി എങ്ങനെയെങ്കിലൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. പിന്നെ അത് കഴിഞ്ഞ് സൂപ്പർവിഷന്റെ ഒരു കൺസെപ്റ്റുകളൊക്കെ പറയുന്നുണ്ട്. കൺസെപ്റ്റിൽ ആദ്യം ഒരു ഡെമോക്രാറ്റിക് ആൻഡ് കോ ക്രിയേറ്റീവ് ഇൻ സ്പിരിറ്റ് ആൻഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നുണ്ട്. അതിന്റെ ബാക്കിയായിട്ട് കുറച്ച് കാര്യങ്ങളാണ് ക്യൂരിയോസിറ്റി, പിന്നെ ക്രിയേറ്റിവിറ്റി, കോംപ്ലക്സിറ്റി, കോണ്ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ വന്നിട്ട് അത് കെയറൊക്കെ അത് ആ ഒരു ടോപ്പിക്കിലേക്ക് അതിനൊന്ന് ആഡ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ അതില് ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ ഒന്ന് മനസ്സിലാക്കുക. എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ഏതെല്ലാം സൂപ്പർവിഷൻ യൂസ് ചെയ്യും, എഡ്യൂക്കേഷൻ സെറ്റിംഗിൽ യൂസ് ചെയ്യാത്ത ഒരു സൂപ്പർവിഷൻ ഉണ്ട്. അത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്? കാരണം അത് അതോറിറ്റേറിയൻ കൺസെപ്റ്റ് ആണ്, ഒരാളിൽ നിന്ന് എല്ലാവരെയും ഭരിക്കുന്ന രീതിയിലുള്ള ഒരു സൂപ്പർവിഷൻ ആണ്. ചില ഓഫീസുകളിൽ ഓർഗനൈസേഷനിലൊക്കെ കാണാം അങ്ങനെ, അല്ലെ? ഈ ബുക്കൊന്നും ഉപേക്ഷിക്കരുത്. കാരണം നമുക്ക് ചിലപ്പോൾ നമ്മൾ ക്ലാസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോബ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്കൊന്ന് നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യാനും കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കാര്യമായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം പറയണമെന്നല്ലോ ഇതിനകത്ത്. യെസ്,
ഓക്കെ, എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് നമുക്ക് നടത്താം. പല രീതിയിലുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് നടത്താം, ടു ഡെവലപ്പ് കുട്ടികളെ ഡെവലപ്പ് ചെയ്യുന്നതിനും ടീച്ചേഴ്സിനും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനും. അതിന് എക്സാമ്പിൾസ് ആണ് പേജ് നമ്പർ 895 ആണ്. ഇന്റർ സ്കൂൾ വിസിറ്റ്, സ്റ്റഡി ടൂർ, എഡ്യൂക്കേഷണൽ ട്രിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യാം ഈ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ബോത്ത് ടീച്ചർ ആൻഡ് സ്റ്റുഡൻസിന്റെ ഒരു ഡെവലപ്മെന്റ്. പിന്നെ കോൺഫറൻസസ് കണ്ടക്ട് ചെയ്യാം, എഡ്യൂക്കേഷൻ കോൺഫറൻസ്, സെമിനാർ, സ്റ്റഡി ഗ്രൂപ്പ്സ് ടീച്ചേഴ്സിനും. പേജ് നമ്പർ 25. ഗ്രൂപ്പ് മറ്റേ ടെക്നിക്സ് അതാണോ പറയുന്നത്? അതെ, ടെക്നിക്സ്. ചില കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. നമ്മളൊക്കെ കടന്നു പോയിട്ടുണ്ടാവും, സ്റ്റുഡന്റ് ആയിരുന്നപ്പോഴും ഇപ്പൊ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോഴും ചില പ്രോഗ്രാംസ് ഒക്കെ കുട്ടികളുടെ ഡെവലപ്മെന്റിനും നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാനും വേണ്ടിയിട്ട് സ്റ്റാഫിന് മാത്രമുള്ള പ്രോഗ്രാംസ് ഉണ്ടാവും, കുട്ടികൾക്കും സ്റ്റാഫിനും കൂടി ഉള്ളതുണ്ടാവും. അങ്ങനെ രീതിയിലുള്ള പല പ്രോഗ്രാംസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതെല്ലാം ഈ ഒരു ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഈവൻ സൂപ്പർവൈസർ ആയിരിക്കാം ചിലപ്പോൾ അത് ഡിസൈൻ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെയും ടീച്ചേഴ്സിന്റെയും ഡെവലപ്മെന്റിനും അവരുടെ ഒരു അവർ തമ്മിലുള്ള ഒരു പ്രോപ്പർ റാപ്പോയ്ക്കും അത് നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇനി കാര്യമായിട്ട് ആ ലെസൺസ് ഒന്നുമില്ല. നെക്സ്റ്റ് ലാസ്റ്റ് ആ ഒരു മോഡ്യൂളിലെ ക്വാളിറ്റി അല്ലെ, ക്വാളിറ്റി മാനേജ്മെന്റ്, എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ, ഇപ്പോൾ നമ്മളുടെ കോഴ്സ് തന്നെയാണെങ്കിലും നമ്മൾ ക്രൈറ്റീരിയ ഉണ്ടല്ലേ, ലൈക്ക് ഈവൻ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് നോ റിവാർഡ്സ് ആൻഡ് പോയിന്റ്സ് ഗ്രേഡ്സ് എന്നൊക്കെ ആണെങ്കിലും നമ്മളൊരു ജോബ് ഓറിയന്റഡ് ഒരു കോഴ്സ് ചെയ്യുമ്പോൾ നമുക്കൊരു വാലിഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് തന്നെ തോന്നണം, ഞാൻ കഷ്ടപ്പെട്ട് നേടിയതാണെന്ന് തോന്നണമെങ്കിൽ അവിടെ ഒരു എക്സാംസ് എല്ലാം കണ്ടക്ട് ചെയ്യണം. അതിന്റെ പ്രോപ്പർ വേയിൽ തന്നെ ഒരു എക്സാംസ് കണ്ടക്ട് ചെയ്യണം അല്ലെ. യെസ്, ഡെഫിനറ്റ്ലി. പണ്ടെന്ന് മാത്രമല്ല, ഇപ്പൊ എന്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും ഈ ടെക്സ്റ്റിനകത്തുനിന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് പരീക്ഷയ്ക്ക് ഇടുന്നത്. പക്ഷെ അത്രയും ടഫാക്കുന്ന ചില ടീച്ചേഴ്സ് ഉണ്ട് ക്വസ്റ്റ്യൻസ് അല്ലെ. നമ്മളുടെ ഉദ്ദേശം അതല്ല. ഈ ഒരു മെത്തേഡ് നിങ്ങൾ എത്ര മനസ്സിലാക്കി അതിനനുസരിച്ച് ഞങ്ങൾ ക്വസ്റ്റ്യൻ ഇടുന്നുള്ളൂ. അതുകൊണ്ട് മേ ബി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ റിപ്പീറ്റ് ചെയ്തും നിങ്ങളുടെ മോക്ക് ടെസ്റ്റിൽ നിന്ന് കാണും എന്താണോ ആ ഒരു കണ്ടന്റിന്റെ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. വേണമെങ്കിൽ ഇതിന് അരിച്ചു പറക്കി കാണാത്തൊരു മൂലയെന്നൊക്കെ ഒരു സെന്റൻസ് ഒക്കെ എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ഇടാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. ആ ഒരു കണ്ടന്റ് ആ കുട്ടിയിൽ എത്രത്തോളം ആഴത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ക്രൈറ്റീരിയ, അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു രീതിയിലുള്ള ക്വാളിറ്റി ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഉണ്ടാകണം എന്നാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും ഓരോ സ്കൂളുകളിലും ലൈക്ക് സ്റ്റേറ്റ് ബോർഡിന്റെ അങ്ങനെ അത്രയും വരാറില്ലെങ്കിൽ പോലും കുറെയൊക്കെ ഉണ്ടാകുമായിരിക്കും. മലയാളത്തിലൊക്കെ അങ്ങനെ ഉണ്ടല്ലേ, കുട്ടികൾ ഓരോന്നും ഇങ്ങനെ ആശയം വിശദമാക്കുക എന്നൊക്കെ ഉള്ളത് കുറേയൊക്കെ അവര് നല്ലപോലെ ചെയ്താലാണ് അവർക്കത് നല്ല രീതിയിൽ എഴുതാനായിട്ട് പറ്റുള്ളൂ. ഈ കുട്ടികളുടെ സ്കൂള് നടത്തുന്ന എക്സാമില് ഞാൻ സോഷ്യൽ സയൻസിൽ അവരുടെ കണ്ടിട്ടുള്ളതാ. ഭയങ്കര ടഫാ എന്ന് വെച്ചാൽ ആ ഒരു ടെക്സ്റ്റിന്റെ ഏതെങ്കിലും ഇപ്പൊ എക്സ്ട്രാ നോട്ട് എക്സ്ട്രാ തിങ്സ് ടു റിമെമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ ചെറിയൊരു ബോക്സിനകത്ത് എക്സ്ട്രാ ചില നോളജ് കൊടുത്തിട്ടുണ്ടാവില്ലേ, അതിൽ നിന്നൊക്കെ ടീച്ചർ ക്വസ്റ്റ്യൻ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്കും ആ ടെക്സ്റ്റിന്റെ മൂലയും ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കണം, അതുപോലെ ടഫായിട്ട്. എന്നാൽ ആ ടോപ്പിക് എന്താണ്, ടോപ്പിക്കിന്റെ മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അതിനെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ഇടുക എന്നുള്ളതിനേക്കാളും ഇങ്ങനെ ചില കാര്യങ്ങൾ, അതും ചില ജനറൽ ടേംസ് ഒക്കെ ആയിരിക്കും, അതും അപ്ഗ്രേഡഡ് ആയിട്ടുണ്ടാവും, മാറ്റങ്ങൾ വരുന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ആ ടീച്ചറോട് ചോദിച്ചു, പക്ഷെ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ സോ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ, ആ ഒരു ഇവാലുവേഷൻ, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ക്വാളിറ്റി, ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി, കുട്ടികളിൽ ആ ഒരു ക്വാളിറ്റി വരുന്നുണ്ടോ, ഇതെല്ലാമാണ് ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷനിൽ വരുന്നത്. ഓക്കെ, സോ യെസ്, സോഷ്യൽ എക്സലൻസ്, നാഷണൽ എക്സലൻസ്, അക്കാദമിക് എക്സലൻസ്. അപ്പൊ ഒരു എഡ്യൂക്കേഷന്റെ ആ ഒരു ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്
ഈ പറയുന്ന എല്ലാമാണ് സോഷ്യൽ എക്സലൻസ്. കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന എല്ലാം. കാരണം ഒരിക്കൽ പോലും കുട്ടി ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കില്ല. അവന്റെ റിലീജിയസ് ബിലീഫ് എന്ത് തന്നെയാണെങ്കിലും മറ്റൊന്നിനെയും അവൻ റെസ്പെക്ട് ചെയ്യാനായിട്ട് പഠിക്കുന്നു. ദാറ്റ് ഇസ് ആ ഒരു സോഷ്യൽ എക്സലൻസ് ത്രൂ എഡ്യൂക്കേഷൻ ആണ് കിട്ടുന്നത്. ദെൻ നാഷണൽ എക്സലൻസ്, ആ ഒരു ഇമ്പോർട്ടൻസ്, ആ ഒരു ഫ്ലാഗ് ഹോസ്റ്റിംഗ് സെറമണി ഇൻഡിപെൻഡൻസ് ഡേക്ക് ആണെങ്കിൽ റിപ്പബ്ലിക് ഡേക്ക് ഒക്കെ ആണെങ്കിൽ നടത്തുമ്പോൾ ആ ഒരു എക്സലൻസ്. പിന്നെ അക്കാദമിക് എക്സലൻസ്, ആ ഒരു ജോബ്, ഒരു ആസ്പിറേഷൻ, എനിക്കൊരു ലക്ഷ്യമുണ്ട്, എന്തിനോ വേണ്ടി പഠിക്കുന്നു എന്നുള്ള രീതിയിലല്ല, ആ ഒരു അക്കാദമിക് എക്സലൻസും റിസൾട്ട്സ് മാർക്കിൽ മാത്രമല്ല, അവന് ആ നോളജ് ഉണ്ടായിരിക്കണം, അത് അവന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റണം, അത് മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റണം. ആറ്റം ബോംബ് ജനറേറ്റ് ചെയ്ത കഥയൊക്കെ നമുക്കറിയാലേ, മനുഷ്യന്റെ നാശത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ അറിവ് ഉപയോഗിച്ചത്. അപ്പോൾ ഉള്ള അറിവ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഹെൽപ്ഫുൾ ആക്കാനായിട്ട് പറ്റും എന്നുള്ളത്. ഓക്കെ, വേറെ പ്രത്യേകിച്ച് അതിനകത്ത് അതൊക്കെ ഉള്ളൂ. പിന്നെ ഫാക്കൽറ്റിയുടെ ക്വാളിറ്റി, യെസ്, ഒരു പേജ് നമ്പർ 115, ക്വാളിറ്റി ഓഫ് ടീച്ചർ, എഫക്റ്റീവ് ക്വാളിറ്റി ഓഫ് ടീച്ചർ എന്ന് പറയുന്നത് അക്കാദമിക് കോമ്പീറ്റൻസ് അല്ലെ, ആ ഒരു ടീച്ചർക്ക് ഒരു സബ്ജക്റ്റ് ആ ഒരു രീതിയിലും ആ ഒരു സബ്ജക്റ്റിനെ എങ്ങനെ കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ ടീച്ചിങ് സ്കിൽസ്, ആ ഒരു റെലവൻറ്റ് സബ്ജക്റ്റില് ടീച്ചിങ് സ്കിൽസ്, പെഡഗോഗി, ടീച്ചിങ് മെത്തേഡ്സ് അറിയണം അല്ലെ. പലരും യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഞാൻ പലരുടെയും സ്റ്റാറ്റസിൽ കണ്ടിരുന്നു. ടീച്ചിങ് പ്രാക്ടീസിന് പോയ സ്കൂളിലാണോ, പഠിപ്പിക്കുന്ന സ്കൂളിലാണോ നിങ്ങൾ ഓരോരോ ആക്ടിവിറ്റീസ് ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യുന്നത്. അതൊരു ക്വാളിറ്റി തന്നെയാണ്. പിന്നെ കുട്ടികളുടെ സൈക്കോളജി മനസ്സിലാക്കുന്നത്, പിന്നെ കമ്മിറ്റ്മെന്റ് ആൻഡ് മോട്ടിവേഷണൽ സ്കിൽ. നമ്മൾ ഇൻഫ്ലുവൻസർ ആയിരിക്കണം, ഇൻഫ്ലുവൻസ് ചെയ്യണം കുട്ടികളെ, ആ ഒരു രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. ആ ഒരു 4 കേപ്പബിലിറ്റീസ്, അങ്ങനെയുള്ള കാര്യം. പിന്നെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്, അത് പേജ് നമ്പർ 117, 4 മെയിൻ ആസ്പെക്ട്സ് ആണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റുന്ന അവരുടെ ക്വാളിറ്റി മനസ്സിലാക്കണം. പ്ലാനിങ്, ഓതന്റിസിറ്റി, പിന്നെ വാലിഡിറ്റി, ഇതെല്ലാം അതിന്റെ ഒരു അനാലിസിസ് ഓഫ് റിസൾട്ട്സ്, മാനേജ്മെന്റ്, ഇതെല്ലാം അതിന്റെ എഫക്റ്റീവ് മാനേജ്മെന്റ്, അതെല്ലാം എക്സാമിനേഷൻ്റെ ആസ്പെക്ട്സിൽ വരുന്ന കാര്യങ്ങളാണ്. ഇത്രയുമാണ് ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളെല്ലാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾ മോക്ക് ടെസ്റ്റ് നോക്കുക. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബാച്ചിന്റെ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? കാണുമായിരിക്കുമല്ലോ. എനിവേ, ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഫോക്കസ് ചെയ്യാം കേട്ടോ. വരാത്തവരോട് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാം. ഈ ഏരിയ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യണം, മുഴുവൻ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ. ഓക്കെ, ഫൈൻ. സോ എനിത്തിങ് എൽസ്? ഇപ്പോഴാ മാം സത്യത്തില് സമാധാനമായ. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ പേടിച്ചിരിക്കുകയായിരുന്നു, കാരണം ബാക്കി കൂടെ കിട്ടിയ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പായിരുന്നു. ഇപ്പൊ ഒരു സമാധാനമായി. ഇത്രേ ഉള്ളൂല്ലോ. ഒരുപാട് പേർക്ക് ക്ലാസ് ഇതിൽ കാണാൻ പറ്റിയിട്ടില്ല, ഞാൻ ഉൾപ്പെടെ PG. പക്ഷെ ഇപ്പൊ മാമിന്റെ എല്ലാം കഴിഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നു നമുക്ക്. ഇത് ശരിക്കും PG കുട്ടികൾ നല്ലപോലെ സ്കോർ ചെയ്യാറുണ്ട്. മറ്റു സബ്ജക്റ്റിനേക്കാളും കൂടുതൽ PGയിൽ നല്ല സ്കോർ വരാറുണ്ട്. കാരണം PGയിൽ അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ ക്വസ്റ്റ്യൻസ്. ഈവൻ ഓപ്ഷൻസ് കണ്ടാൽ തന്നെ നമുക്ക് ആൻസർ പെട്ടെന്ന് ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എവിടെയെങ്കിലും കേട്ട വേഗമായിട്ടുള്ള ഓർമ്മയാണെങ്കിൽ പോലും, അഥവാ കേട്ടിട്ടില്ലെങ്കിൽ പോലും മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ രീതിയിലാണ് ഇതുവരെയും PG ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഈവൻ ഞങ്ങൾ ടീച്ചേഴ്സ് തമ്മിൽ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ട് പോലും ഇല്ല അങ്ങനെ ക്വസ്റ്റ്യൻ ഇടുന്നത്. പക്ഷെ എല്ലാരും അതേ വരുള്ളൂ, ഈ ടോപ്പിക്സിൽ നിന്ന് അങ്ങനെ വരുള്ളൂ. എല്ലാരും ഇടുന്നത് അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ മോക്ക് ടെസ്റ്റിൽ തന്നെ നൺ ഓഫ് ദീസ് ഓൾ ഓഫ് ദീസ് കുറവല്ലേ PGക്ക്. അത് ഞാൻ കണ്ടുപിടിച്ചൊരു സംഭവമാണ്. മറ്റേതിന് കുറെ നൺ ഓഫ് ദീസും ഓൾ ഓഫ് ദീസും വരുന്ന പോലെ തോന്നി. ഇതിൽ അതില്ല. ഓപ്ഷൻസ് നമ്മളത് പറഞ്ഞു കാണുമ്പോ തന്നെ കുറെയൊക്കെ പിടികിട്ടും. പക്ഷെ ചിലത് ഇപ്പൊ ഈ ഇക്വിറ്റി, ഇക്വാളിറ്റി അങ്ങനെയൊക്കെ വരുമ്പോ പഠിച്ചാലേ കിട്ടുള്ളൂ. ആ ഒരു ടേം ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം നമ്മൾ ലൈഫിൽ സ്ഥിരം എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, നമ്മളത് കണക്ട് ചെയ്യുന്നില്ലെന്നല്ലേ ഉള്ളൂ പലതുമായിട്ട്. ഈക്വിറ്റി, ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഒരു നീതി, ഫെയർനെസ്, എല്ലാവരെയും ഒരേപോലെ കണക്കാക്കുന്നു. പക്ഷെ ഇക്വാലിറ്റി ഇവിടെ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ വന്നപ്പോൾ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ വരുന്നു. അത് ശരിക്കും PGയുടെ സബ്ജക്ട് ഒന്നും ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല മാം. ജസ്റ്റ് റീഡ് ചെയ്ത് പോകാനേ പറ്റുന്നുള്ളൂ. അത്രേ അത് മതി. കാരണം ഫസ്റ്റ് ബാച്ചും തേർഡ്
തേർഡ് ബാച്ചും പറഞ്ഞ അതാണ്. അവർക്ക് ക്ലാസ് കണ്ടിട്ട് കാണുമ്പോൾ ഒന്നും അവർക്ക് പിടികിട്ടില്ല. പക്ഷെ അത് വെച്ചിട്ട് വായിക്കുമ്പോഴാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ നിറയെ ഉണ്ട്. PG അതാണ്. പിന്നെ ഡ്രൈ ആണ്. നമുക്ക് മറ്റേതുപോലെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടൊന്നും ഇതിനകത്ത് കാര്യമായി ചെയ്യാനില്ല. എന്നാലും നിങ്ങൾ കുറെ ടോപ്പിക്സ് സെമിനാർ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടും മനോഹരമായിട്ടും എടുത്തു. അതാണ് ആദ്യം ഉണ്ടായിരുന്ന ഒരു ആശംസ. പിന്നെ നിങ്ങൾക്ക് നേരത്തെ കഴിഞ്ഞു PG, അതാണ് പറ്റിപ്പോയത്. എക്സാമിനോട് അടുത്തല്ല PG കഴിഞ്ഞത്. യെസ് പ്ലീസ് മാം. മൊഡ്യൂൾ 5 മോർണിംഗിൽ വല്ലതും ഞങ്ങൾക്ക് റിവിഷൻ ക്ലാസ് കിട്ടോ? മോഡ്യൂൾ 5 ഒന്നുമില്ല പറഞ്ഞ ടീച്ചറെ. ടീച്ചർ വിചാരിച്ചത് ഇല്ലായിരുന്നല്ലോ. ഏതാണ് ഷെറിൻ? മൊഡ്യൂൾ 5? മൊഡ്യൂൾ 5. ആ ടീച്ചർ പാർട്ട്ണർഷിപ്പ് അല്ലേ? അതെ അതെ. അത് എടുത്തിരുന്നല്ലോ അല്ലേ? അവർമിസിന്റെ ക്ലാസ് കിട്ടുമല്ലോ. എടുത്തിട്ടുണ്ടായിരുന്നോ? റിവിഷൻ ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതില് കാര്യമായിട്ടൊന്നും തോന്നിയില്ല. ഞാനത് പറയാനിരുന്ന ഗ്രൂപ്പിൽ മൊത്തം മാം ഒരേ കാര്യമാ പറയുന്നത്. സ്കൂൾ പാർട്ട്ണർഷിപ്പ്, ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. മാം ഒന്ന് നോക്കിയാ അത് മാത്രമേ അതിൽ പറയുന്നുള്ളൂ. ഞാൻ നോക്കി ഇന്ന് മൊത്തം അതേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഫാമിലിയുമായിട്ട് നല്ല 2-way കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളൊരു, അങ്ങനെ മാത്രമേ ഉള്ളൂ. മൊത്തം റെപ്പിറ്റേഷനാ. പിന്നെ കുട്ടികളുടെ പെർഫോമൻസ് അത് ഇംപ്രൂവ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഫാമിലിയുമായിട്ട് എങ്ങനെ കണക്ട് ആകാം എന്നുള്ള രീതിയിലുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുള്ളൂ. ഇത് ഒന്നും കേട്ടിട്ടില്ലേ ക്ലാസ്? അതാണ് ഒന്നും ഒരു ബന്ധമില്ലാതിരിക്കുന്നത്. പക്ഷെ ഇതുവരെ എല്ലാ ബാച്ചിലും PGക്ക് നല്ല കുട്ടികൾ സ്കോർ ചെയ്തിട്ടുണ്ട്. കാരണം അവർ എന്നിട്ട് എക്സാം കഴിയുമ്പോൾ പറയും ഞങ്ങൾ വിചാരിച്ചു PG ടഫ് ആയിരിക്കും എന്ന്. പക്ഷെ ഇത് ടഫ് എന്നല്ല, ഇതിലെന്താണോ കണ്ടന്റ് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ മാത്രമേ ക്വസ്റ്റ്യൻസ് പോകുന്നുള്ളൂ. മോഡ്യൂൾ 4 അതായത് ഫസ്റ്റ് സബ്ജക്റ്റില് എന്റെ ഒരു 22 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ബാക്കി ടീച്ചേഴ്സിന്റെ ഉള്ളത്. പിന്നെന്താ വെച്ചാല് നിങ്ങൾക്ക് ഇത്രയും ടെൻഷൻ എന്തോ അതിന്ന് ഒരു 10 ക്വസ്റ്റ്യൻ പറഞ്ഞേരെ. ഞാൻ അതിൽ കൂടെയൊക്കെ കടന്നു പോയി. ശരിക്കും എല്ലാ ക്വസ്റ്റ്യനിലും കൂടെയും കടന്നു പോയിട്ടുണ്ട്. ഞാൻ എന്നാലും മാമിന്റെ മോണ്ടിസോറി ആണെങ്കിലും റിവിഷൻ ക്ലാസ് കണ്ടിട്ട് ചെയ്തപ്പോ നല്ല ഈസി ആയിരുന്നു. അതേപോലെ ഇതും വിശ്വസിക്കുന്നു മാം. എഴുതി ഞാൻ ചില പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു, ഞങ്ങളോട് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. മാം പറഞ്ഞ ടോപ്പിക്കൊക്കെ ശരിക്കും നമ്മള് മനസ്സിലാക്കി പോരാ. അല്ലാത്തതൊക്കെ മാം വിട്ട് കളഞ്ഞിട്ടുള്ളതൊന്നും അങ്ങനെ കാര്യമാക്കി എടുക്കണ്ടില്ല. നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണം. വായിക്കാം, വായിച്ചു പോകാം. എക്സാമിന് ടൈം ഇല്ല വായിക്കാനെങ്കിൽ ഇതിൽ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യും എന്നേ ഞാൻ പറയുള്ളൂ. മാം ഡിപ്ലോമ പഠിച്ച പോലെ വായിച്ച പോലെ ഇത് വായിച്ചൊന്നും മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞ ആ ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഫുൾ 2-3 വട്ടം വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് വായിക്കുമ്പോഴേ സത്യം പറഞ്ഞ ഉറക്കം വരുന്നുണ്ട്. അത് ശരിയാണ്. ഞാൻ ഓരോ ബാച്ച് വരുമ്പോ ഞാൻ പറയും എന്നെ PG ഇടല്ലേ പ്ലീസ് എന്ന് പറയും. പക്ഷെ എടുക്കാതിരിക്കാൻ പറ്റില്ല. ഒരു ക്ലാസ് എടുക്കും, ഞാൻ പതുക്കെ അത് ഉന്തി തള്ളിപ്പോവും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അതാണ് അല്ല ഈ യൂണിറ്റ് നമുക്ക് ഇപ്പൊ ഈ മോഡൽ ഇത് ചെയ്തിട്ടില്ലല്ലോ, എക്സാം നടത്തിയിട്ടില്ലല്ലോ വേറെ PG. നമ്മുടെ മനസ്സിലൊക്കെ ഇതൊരു ഹാർഡായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇപ്പൊ ഷെറിനൊക്കെ പറഞ്ഞ പോലെ ക്ലാസ്, ഞാൻ ഉൾപ്പെടെ ക്ലാസ് കാണാത്തവരാ ഇതെല്ലാം. മിക്കതും പകുതിയും ക്ലാസ് കണ്ടിട്ടില്ല. അത് പിന്നെ ഈ റിപ്പീറ്റേഷൻ വരുമ്പോ ഉറക്കം വരും. സത്യമാണ്, വായിച്ചിരിക്കാൻ ടൈമില്ല. ഓക്കെ, ഞാൻ കഴിഞ്ഞ ബാച്ചിന് എനിക്ക് തോന്നുന്നു 6-നാണോ 5-നാണോ എന്നറിയില്ല, ഈ മോഡ്യൂൾ 4-ഉം 5-ഉം ഞാൻ ആ റിവിഷൻ കൊടുത്തത്. പെട്ടുപോയി അന്ന്. മറ്റേ മോണ്ടിസോറി ആണെങ്കിൽ ഒരു ഫുൾ ഡേ ഇരുന്ന് റിവിഷൻ കൊടുക്കാൻ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇത് 2 മണിക്കൂർ 2 സബ്ജക്റ്റും കൂടെ റിവിഷൻ കൊടുത്ത് ഞാൻ അന്ന് കുറെ ദിവസം എനിക്ക് അതിന്റെ ഹാങ് ഓവർ ആയിരുന്നു. മാം എന്തായാലും കൊടുത്ത സ്ഥിതിക്ക് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ 4ാമത്തെ മൊഡ്യൂളിലെ ട്രാൻസിഷൻ ഉണ്ടല്ലോ മാം, ട്രാൻസിഷൻ 4ാമത്തെ മൊഡ്യൂൾ ട്രാൻസാക്ടിങ് ആണോ? ട്രാൻസാക്ടിങ് ട്രാൻസിഷൻ എന്നും പറഞ്ഞിട്ട് കൊളാബറേഷനും ട്രാൻസിഷനും ഇവാലുവേഷനും ഉണ്ട്. അത് ഈ ട്രാൻസിഷന്റെ ഏജ് അതെന്താ അതിനൊക്കെ ഒരു ഷെറിൻ ചോദിച്ചോണ്ട് ചെറുതായിട്ട് മാം ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. പേജ് നമ്പർ ട്രാൻസിഷൻ ആണെങ്കിൽ 154 അങ്ങനെ എന്തോ 154 ലാസ്റ്റ് 5-ാമത്തെ മോഡ്യൂളിലെ കാര്യമാണല്ലേ?
ആ 5ാമത്തെ മോഡൽ 4 അല്ല 5. അതെ. കുറെയൊക്കെ ഫാമിലി പാർട്ട്ണർഷിപ്പിൽ അങ്ങ് പോകും മാം. ഇത് വരുമ്പം ഒരു ഡൗട്ട് വരുന്നുണ്ട്. ക്ലാസ് കാണാത്തവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമ്മളൊരു സർവേ ചെയ്തത് ഓർമ്മയുണ്ടോ? നിങ്ങളൊരു സർവേ ചെയ്ത് റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്തില്ലേ? സർവേ എന്തായിരുന്നു ആക്ച്വലി? കുട്ടികളുടെ ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്യായിരുന്നു, പാരന്റ്സിനോട് ചോദിച്ചിട്ട് അല്ലെ? അപ്പോ ശരിക്കും പാരന്റ്സിന്റെ റെസ്പോൺസ് ആണ് അബൌട്ട് സ്റ്റുഡൻസ്. അത് സർവേ ചെയ്ത പല ബാച്ചിലും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പ്രോപ്പറായ ഇൻഫർമേഷൻ കിട്ടണം എന്നില്ല. പാരന്റ്സ് ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. എന്നാലും നമ്മൾ സർവേ ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഇതിനകത്ത് ട്രാൻസിഷൻ ടീമിന്റെ ഒരു റോൾ എന്ന് പറയുന്നത് സർവേ ഫാമിലീസ് ആൻഡ് ദ കമ്മ്യൂണിറ്റി ടു റെക്കഗ്നൈസ് എഡ്യൂക്കേഷണൽ ആൻഡ് സോഷ്യൽ സർവീസ് നീഡ്. നമ്മൾ നമ്മുടെ ആ ഒരു ചെറിയ സർവേ ചെയ്തപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു സപ്പോർട്ട്, പ്രോഗ്രസീവ് വർക്ക്സ് വേണമോ എന്നുള്ള ഒരു ടോപ്പിക് നമുക്കുണ്ട്. നമ്മൾ റിപ്പോർട്ട് എഴുതിയപ്പോൾ ചില ഫാമിലിയിൽ എനിക്കിത് പറഞ്ഞു കൊടുത്താൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ ട്രെയിനീസ് ഉണ്ട്. ചില ഫാമിലിക്ക് ഈ ചില കാര്യങ്ങളെ കുറിച്ച് അവയർനെസ് ഇല്ല, അതെനിക്കൊന്ന് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടായിരുന്നു. ചിലയിടത്ത് ചില പ്രശ്നങ്ങൾ, ഭയങ്കര സീരിയസ് ഇഷ്യൂസിനെ സോൾവ് ചെയ്തിട്ട് വന്ന ട്രെയിനീസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ സർവേ നടത്തുന്നത് എന്തിനാണ്? ഇവരുടെ നീഡ്സ് മനസ്സിലാക്കാൻ. ഈ ഒരു എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ നമുക്ക് ഇപ്പൊ നമ്മൾ നമ്മുടെ കുട്ടിയെ ചേർക്കാനായിട്ട് പോകുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് കുറെ കൺസേൺസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഫാമിലിയുടെ സൊസൈറ്റിയുടെ നീഡ്സ് എന്താണ് അബൌട്ട് എഡ്യൂക്കേഷൻ. അപ്പൊ അങ്ങനെ ഒരു ടീമിനെ സെറ്റ് ചെയ്യുക, ഈ സർവേ നടത്തി എങ്ങനെയായിരിക്കണം ഒരു സ്കൂളും ആ ഒരു ഫാമിലിയും തമ്മിലുള്ള റിലേഷൻ, ആ ഒരു കണക്ഷൻ, ആ ഒരു കൊളാബറേഷൻ എങ്ങനെ വരണം. പിന്നെ ഈ പ്രത്യേകിച്ചും 10th കുട്ടികളാവുമ്പോൾ